സമ്പത്ത് നേടുവാനും കോടീശ്വരനാകുവാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു സംഘത്തോടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് വളരെ ജനുവിനായി നിങ്ങളിൽ മാറ്റം ഉണ്ടാവണമേ എന്ന് അത്യധികം ആഗ്രഹിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. വെറുതെ പറയുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് നമ്മൾ ഇന്നലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പണം എന്നത് ഒരു മാനസികമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. കടം എന്നത് ഒരു മാനസിക രോഗമാണ്. കടബാധ്യത എന്ന് പറയുന്നത്, സാമ്പത്തികമായ തകർച്ച എന്ന് പറയുന്നത്, ഒരു വേള സമ്പത്തുണ്ടാവുകയും പിന്നീട് സമ്പത്ത് മുഴുവനും നശിച്ച് ഇല്ലാണ്ടാവുകയും ചെയ്യുക എന്നതൊക്കെ ഒരു മാനസിക രോഗമാണ് എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് പ്രധാനമായ കാരണങ്ങൾ ഞാൻ എൻ്റെ യൂട്യൂബിൽ വീഡിയോസിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്കുകളും നിങ്ങൾക്ക് അയച്ചു തന്നു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ചെറിയ പ്രായം മുതലേ പണവുമായി ബന്ധപ്പെട്ട നമ്മുടെ അനുഭവങ്ങൾ, പണത്തെക്കുറിച്ച് നമ്മൾ കേട്ട വാക്കുകൾ, അതൊക്കെ സത്യപ്പെടുത്തുവാൻ വേണ്ടി വലുതായി കഴിഞ്ഞാലും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. ചെറിയ പ്രായത്തിൽ നമ്മുടെ മാതാപിതാക്കൾ നമ്മളോട് പറഞ്ഞു, പണം എന്നാൽ വളരെ പ്രയാസമുള്ള സാധനമാണ്, അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. പണം മരത്തിൽ കായ്ക്കില്ല. മനസ്സിലായോ? പണക്കാരൊന്നും സ്വർഗത്തിൽ കടക്കൂല. നിങ്ങൾ പണക്കാരനാവുകയും ആത്മീയമായി ഉയരുകയും ചെയ്യുക, ഇത് രണ്ടും നടക്കൂല. പണം ഒരു മനുഷ്യനെ നശിപ്പിക്കും. മനസ്സിലായില്ല? ഈ രൂപത്തിലുള്ള വാക്കുകൾ നമ്മുടെ ഉള്ളിൽ നിരന്തരമായി കേട്ടിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നമ്മളുടെ 7 വയസ്സിന്റെ മുമ്പ് അല്ലെങ്കിൽ 15 വയസ്സിന് മുമ്പ് നമ്മൾ ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ, നമ്മൾ വലുതായി കഴിഞ്ഞാൽ എത്ര വലുതായാലും ഈ കേട്ട വാക്ക് സത്യസന്ധമാക്കുവാൻ വേണ്ടി ഉപബോധ മനസ്സ് ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇയാൾക്ക് അതുകൊണ്ടാണ് ഈ ലോട്ടറി അടിച്ച ആളുകൾക്കൊന്നും സമ്പത്ത് കിട്ടാത്തത്. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി, ഫാദറിന്റെയോ മദറിന്റെയോ ഏതോ ഒരു പാരമ്പര്യമായ പ്രോപ്പർട്ടി വിറ്റ് ഇദ്ദേഹത്തിന് ഒരുപാട് പണം കിട്ടി. ഈ പണമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇയാൾക്ക് ഇങ്ങനെ വിറക്കും. കാരണം ആ പണം കൈകാര്യം ചെയ്യാനുള്ള കഴിവ് ഇദ്ദേഹത്തിന്റെ കയ്യിലില്ലാത്തത് കൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അവിടെയും ഇവിടെയും അനാരോഗ്യകരമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റോ മറ്റോ നടത്തിയത് അത് കംപ്ലീറ്റ്ലി നശിപ്പിച്ച് വീണ്ടും ചെറിയ പ്രായത്തിൽ നമ്മൾ കേട്ട ആ ഒരു വാക്ക് സത്യമാക്കുന്ന രൂപത്തിലോട്ട് ഉപബോധ മനസ്സ് കൊണ്ടുവരും. അതിലോട്ട് തിരിച്ച് നമ്മളെ കൊണ്ടുവരും എന്നതാണ് നമ്മൾ പഠിച്ച ഒരു കാര്യം. അത് വാക്കുകൾ മാത്രമല്ല, അനുഭവങ്ങളും അതുപോലെ തന്നെ കാഴ്ചയും നമ്മൾ കാണുകയാണ്, നമ്മൾ നേരിട്ട് കാണുകയാണ്. ഞാനിതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പണവുമായി ബന്ധപ്പെട്ട് ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ അതിശക്തമായ ശണ്ട കൂടുന്നു. മകൾ അപ്പുറത്തുണ്ട്. അപ്പോ പണത്തിന്റെ വിഷയത്തിൽ ഫാദർ വളരെ ദുഃഖത്തോടു കൂടി, എന്താ പറയാ, ഒരു നല്ല ഭക്ഷണം പോലും വാങ്ങിക്കൊടുക്കുവാൻ സാധിക്കാതെ ഭാര്യയെ ചീത്ത പറയാൻ, തെറി പറയാൻ. ഭാര്യ തിരിച്ചു പറയുന്നു. അങ്ങനെ ഈ മനുഷ്യൻ അങ്ങോട്ട് ശോഭിതനായി, ഭയചകിതനായി, എന്താ പറയാ, ദേഷ്യം പിടിച്ച അവസാനം ഈ കൊച്ചിന്റെ മുമ്പിൽ നിന്ന്, ഈ കുഞ്ഞിന്റെ മുമ്പിൽ നിന്ന് ഈ മനുഷ്യൻ ഹൃദയം സ്തംഭനമുണ്ടായി മരണപ്പെടുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കുട്ടിയുടെ ഉള്ളിൽ, ഇത് കണ്ട കുട്ടിയുടെ ഉള്ളിൽ ഒരു 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 കൃത്യമായ ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ട്. പണം എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിലുള്ള ഒരു വൈകാരികതക്ക് കാരണമാണ്. ഇത് ബുദ്ധിപരമായിട്ട് നമ്മൾ ചിന്തിച്ചിട്ട് അവിടെ ഉണ്ടാക്കി വെക്കുന്നതല്ല, നമ്മളായിട്ട് ചിന്തിച്ച് ഉണ്ടാക്കി വെക്കുന്നതല്ല. മനസ്സിലായോ? അപ്പൊ ഈ ആളുകളൊക്കെ വളർന്നാൽ, വലുതായി കഴിഞ്ഞാൽ, എത്ര വലിയ ബിസിനസ് ആണെങ്കിലും ശരി, അവർക്ക് എന്താ പറയാ, നിറഞ്ഞൊഴുകുന്ന സമുദ്രത്തിൽ നിന്നും അവർക്ക് നക്കി നക്കി എന്ന് പറഞ്ഞാൽ ചിരി ഒരു ഡ്രോപ്പ് മാത്രമേ എടുക്കാൻ പറ്റൂ. കാരണം അവരുടെ ഉപബോധ മനസ്സ് ഈ പണത്തെ സ്വീകരിക്കില്ല, റിജക്റ്റ് ചെയ്യും. കാരണം പണവുമായി ബന്ധപ്പെട്ട് അവരുടെ ഉള്ളിലുള്ള ഒരു പ്രോഗ്രാമിംഗ് ഉണ്ട്. ഇത് അവർക്ക് അറിയില്ല. അവർ ചിന്തിക്കും, ദൈവമേ, എനിക്ക് ഇത്രയും 1 ലക്ഷം, 1.5 ലക്ഷം, 2 ലക്ഷം ഒക്കെ സാലറി ഉണ്ടല്ലോ. ഞാനിപ്പോഴും 10,000, 15,000 ഒക്കെ വാങ്ങുന്ന സാലറി വാങ്ങുന്ന ആൾക്കാരോട് 500, 1000 ഒക്കെ കടം വാങ്ങിയിട്ടാണല്ലോ എന്റെ മാസങ്ങൾ അവസാനിപ്പിക്കുന്നത്. എന്താണ് എനിക്ക് പറ്റിയത് എന്ന് ഇവർക്ക് എത്ര ആലോചിച്ചാലും മനസ്സിലാവില്ല. ഇവർക്ക് ആലോചിച്ചാൽ മനസ്സിലാവില്ല എന്നതുകൊണ്ട്
ഇവർക്കുള്ളിൽ ഒരു പ്രശ്നമില്ല എന്നതല്ല അതിന്റെ അർത്ഥം. നമുക്കൊന്നും മനസ്സിലാവില്ല. പക്ഷെ മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, അയാൾക്ക് ഇന്ന് അയാളുടെ കയ്യിൽ പണം ഇല്ല എങ്കിൽ ഉറപ്പാണ്, ഉറപ്പ് അയാളുടെ ഉള്ളിൽ ഈ പണം ഇല്ലാത്ത ഒരു അവസ്ഥ ഉണ്ട്. പണം ഇല്ലാതിരിക്കുന്നതാണ് ഭേദം. പണം ഉണ്ടായാൽ വേദനാജനകമാണ്. വേദനയുണ്ടാവും, പ്രശ്നമുണ്ടാവും, പ്രതിസന്ധി ഉണ്ടാവും. തന്റെ അച്ഛന്റെ മരണത്തിന് കാരണം പണമാണ്. ഇത് ഞാൻ ഒരു കഥ പറയുമ്പോ കോടാനുകോടി മനുഷ്യർ ലോകത്തുണ്ട്. അപ്പൊ നിങ്ങളാരും നിങ്ങളുടെ ഫാദറിന് ഇതൊരു അനുഭവം ഉണ്ടായിക്കോണമെന്നില്ല. ഇതിന്റെ മറ്റൊരു സ്റ്റോറി ആയിരിക്കാം. അതുകൊണ്ടാണ് പലരും ഈ രൂപത്തിലൊക്കെ ഇപ്പോഴും സംസാരിക്കുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞത് ഇന്നും പറയാണ്. അതായത്, സാറേ എനിക്ക് പണമുണ്ടാക്കാൻ ആഗ്രഹമില്ല, എന്റെ കടങ്ങളൊക്കെ ഒന്ന് വീടിയാൽ മതി എന്നൊക്കെ കുറെ ആളുകൾ, ഒത്തിരി ആളുകൾ ജപ്തി, അത് ഇത് എന്താ പറയാ, പിന്നെ ഈ രൂപത്തിലൊക്കെ ഒരാൾക്ക് അനുഭവം ഉണ്ടാകുവാനുള്ള കാരണം അകത്ത് അതിന് ആനുപാതികമായിട്ടുള്ള പ്രോഗ്രാമിംഗ് ഉള്ളത് കൊണ്ട് ഒന്ന് മാത്രമാണ് എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നലെ മുതൽ കുറച്ച് അഫർമേഷൻസ് ഞാൻ നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു. ഈ അഫർമേഷൻസ് നിർബന്ധമായിട്ടും പറയണം. രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അത് ടൈപ്പ് ചെയ്ത് നിങ്ങളെ എല്ലാവരിലോട്ടും അയച്ചു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഇത് പറയുക, രാവിലെയും പറയുക. ഞാൻ ഇന്ന് നൽകിയ നിങ്ങളെ മെഡിറ്റേഷൻ ഉണ്ട്. ഈ മെഡിറ്റേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും പേഴ്സണലായിട്ട് അയച്ചു തരാം. അത് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ കുറച്ചു കാലം കഴിഞ്ഞ്, ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് കരീം സാറിന്റെ ഒരു പ്രോഗ്രാം ഉണ്ട്, കടം തീർക്കാം, പണക്കാരനാവാം, ഇതെന്തോ ജാലവിദ്യയാണ്, ലൊട്ടിലൊടുക്ക് പരിപാടി. അങ്ങനത്തെ ജാലവിദ്യയോ ലൊട്ടിലൊടുക്ക് പരിപാടിയോ തട്ടിപ്പോ വെട്ടിപ്പോ ഒന്നും നടക്കുന്ന കാര്യമല്ല. നിങ്ങൾ എത്ര കാണിച്ചാലും ശരി, എത്ര കഴിവുകളാണെങ്കിലും ശരി, ഒരു വിത്ത് മണ്ണിൽ നട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കഴിവോ അറിവോ ഉണ്ടായിട്ട് കാര്യമില്ല. അത് അതിന്റെ സമയമാകുമ്പോഴാണ് മുളച്ചു പൊന്തുക. എന്നതുപോലെ 100%, അതാ ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങളെ മാറ്റുവാൻ നിങ്ങൾ അനുവദിച്ചു തരണം. യു ഷുഡ് സറണ്ടർ. നിങ്ങൾ അനുവദിക്കണം, അലൗ ചെയ്യണം. അത് നമ്മളിൽ പ്രവർത്തിക്കുവാൻ നമ്മൾ അനുവദിച്ചെങ്കിൽ മാത്രമേ വേറെ ഒരാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അല്ലാതെ ഒരു പരിപാടിയും നടക്കൂല. മനസ്സിലായില്ലേ? അങ്ങനെ അനുവദിച്ച ആളുകൾക്കൊക്കെ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. റിപ്പയർ ചെയ്യുവാൻ അനുവാദം നൽകിയ ആൾക്കാർക്കൊക്കെ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായോ? ഇപ്പൊ ഹാപ്പി പാർക്ക് ഞാൻ സാന്ദർഭികമായിട്ട് പറയാണ്. കാരണം ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയുള്ള പരിഹാര മാർഗങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്തുണ്ടാകുമ്പോൾ ഈ കാര്യത്തെക്കുറിച്ചൊക്കെ നിങ്ങളോട് പറയാതെ മിണ്ടാണ്ടിരുന്നു കഴിഞ്ഞാൽ, അത് ആക്സിഡന്റ് സംഭവിച്ച ഒരുത്തന് വെള്ളം കിട്ടാതെ നിൽക്കുമ്പോൾ അയാൾക്ക് വെള്ളം കൊടുക്കുവാൻ നമ്മള് എൻ്റെ അടുത്തുള്ള വെള്ളം അറിയിക്കണ്ട എന്ന് വിചാരിച്ച് നിൽക്കുന്നത് പോലെയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാണ്ടിരുന്നാൽ ഉണ്ടാവുന്ന ഒരു തിന്മ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മനസ്സിലായി? ഒരാൾക്ക് സംസാരിക്കാം, ട്രഷർ കോഴ്സിൽ പങ്കെടുക്കുന്ന ഒരാൾക്ക് സംസാരിക്കാം. ബാച്ച് 3, 2, 1, ബാച്ച് 4 പുതിയ ബാച്ചല്ല. അവർ പൂർണ്ണമായും സറണ്ടർ ആയപ്പോൾ അവരുടെ ലൈഫിൽ ഉണ്ടായ മാറ്റം, അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരാൾക്ക് ഇപ്പോൾ സംസാരിക്കാം, ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക് സംസാരിക്കാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളുടെ ലൈഫിൽ അത്യത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? ഇല്ലേ? ട്രഷർ 3ലോ 4ലോ 3ലോ 2ലോ പങ്കെടുക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക് സംസാരിക്കാം. അതെന്തിനു വേണ്ടി ചോദിക്കുകയാണെങ്കിൽ ഒരാൾക്ക് സംസാരിക്കാം. ആരാണെന്ന് എനിക്കറിയില്ല. ഒരാൾക്ക് സംസാരിക്കാം. ഞാൻ ഒരാൾ പേര് പറയുന്നില്ല. യെസ് ഓർ നോ? മൈക്കോണാണ്, സംസാരിച്ചോളൂ. എന്താണ് സംഭവിച്ചത് ലൈഫ്? പറയൂ. ട്രഷറിൽ പങ്കെടുക്കുന്ന ഒരാൾ സംസാരിച്ചേ. സംസാരിക്കൂ. ടൈപ്പ് ചെയ്യല്ല വേണ്ടത്, മൈക്കോണാണ്, സംസാരിച്ചു. ഹലോ, കേൾക്കാൻ പറ്റുന്നില്ല ഞാൻ പറയുന്നത്? ഹലോ സർ. സംസാരിച്ചോളൂ. എന്താണ് സംഭവിച്ചത്? പറയൂ. ഞാൻ ട്രഷറിന്റെ 2ാമത്തെ ബാച്ചിൽ കംപ്ലീറ്റ് ചെയ്ത ആളാണ്. എന്റെ ജീവിതത്തിൽ വളരെയധികം എന്താ പറയാ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് സാറേ.
ഞാൻ എന്റെ പൂർണ്ണമായിട്ട് മാറിയില്ലേ? ചെറിയ മാറ്റമാണോ സംഭവിച്ചത്? അതായത് ചെറുതൊന്നല്ല, ഒരു വളരെ വലുത്. അതിന് ഞാൻ ആദ്യമായി അള്ളാഹുവിനോടും പിന്നെ സാറിനോടും പ്രത്യേകം കടപ്പെട്ടിരിക്കുന്നു. സാറിന് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. സന്തോഷം. ഈ മാറ്റത്തിന് നിങ്ങൾ പരിപൂർണമായിട്ടും ഇതിൽ അങ്ങ് അർപ്പിക്കുകയല്ലേ ചെയ്തത്? യെസ് ഓർ നോ? അതല്ലാതെ നിങ്ങൾക്ക് തോന്നിയത് പോലെ ചെയ്തതാണോ? അല്ല അല്ല അല്ല, കൃത്യമായ നിങ്ങൾ ഡെഡിക്കേഷൻ ഉണ്ടാവുകയാണോ ചെയ്തത്? ഒന്ന് പറയും. തീർച്ചയായിട്ടും നമ്മ അതിനു വേണ്ടി എഫർട്ട് എടുക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. അതാണ് ആ ഒരു ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, വളരെ സന്തോഷം. ഇനി Thank you, ഒരാൾ sir. സംസാരിക്കാം. ഇനി ആരെങ്കിലും ഉണ്ടോ? ഒരാൾ കൂടി സംസാരിക്കാം. ഞാൻ ഇത് സംസാരിപ്പിക്കുന്നത് എന്തിനാ ചോദിക്കുകയാണെങ്കിൽ, ഇങ്ങനെ ഒരു അവസ്ഥയുണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. വേറെ ഒന്നും കൊണ്ടും അല്ല. ഇത് നിങ്ങളോട് വേറെ ഒരു ഉദ്ദേശം ഇതിന്റെ പിന്നിലില്ല. വേറെ ഒരാളോട് സംസാരിച്ചോളൂ. സാർ, ഞാൻ സംഗീത. സംസാരിച്ചോളൂ. ഞാൻ ട്രഷറിൽ വരുന്നേക്കാളും മുന്നേ എനിക്ക് കടങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. പക്ഷെ ട്രഷറിൽ വന്നതിന് ശേഷം അതിനെല്ലാം കടങ്ങളെല്ലാം വീടി ഇപ്പം എക്സ്ട്രാ ഇൻകം വരാനുള്ള സോഴ്സും ഒക്കെ ആയി ഇപ്പൊ എക്സ്ട്രാ ഇൻകം വന്നുകൊണ്ടിരിക്കുകയാണ്. വെരി ഗുഡ്. മാനസികമായ നിങ്ങളുടെ അവസ്ഥ എന്താണ് ഇപ്പോ? മാനസികമായിട്ട് വല്ലാത്തൊരു സന്തോഷം, ശാന്തതയും. ഏത് സമയവും ഇപ്പൊ നമ്മള് ഓഫീസിലൊക്കെ ഒരുപാട് സ്ട്രെസ് വരുന്ന നിമിഷങ്ങളിലും നമുക്ക് അവിടെ ശാന്തത പാലിച്ചിരിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ. നിങ്ങളുടെ മദറിന്റെ ഒരു ഇഷ്യൂ ഉള്ള സമയത്ത് പോലും നിങ്ങൾക്ക് ഉണ്ടായ ഒരു അവസ്ഥ അതെ ഉണ്ടായിരുന്നു? അതെ അതെ അതെ, എന്റെ മദറിന് വല്ലാത്തൊരു ക്രിട്ടിക്കൽ സ്റ്റേജായി പെട്ടെന്ന് ആംബുലൻസിൽ കൊണ്ടുപോകേണ്ടി വന്നു. ആ സമയത്ത് ബാക്കി എല്ലാവരും വല്ലാതെ ഒരു വറീഡായി നിൽക്കുകയായിരുന്നു. അപ്പം ഞാൻ മദറിന്റെ അടുത്ത് തൊട്ടടുത്ത് ആംബുലൻസിൽ ഞാനുണ്ട്. അപ്പം അടുത്തിരുന്നിട്ട് യു ആർ പെർഫെക്റ്റ്ലി ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ശാന്തമായിട്ട് നിലകൊണ്ടു. ഞാൻ കണ്ണുകളടച്ച് ശാന്തമായി ഇങ്ങനെ ഇരുന്നു. ബാക്കി എല്ലാവരും വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. എനിക്ക് അതൊന്നും ശ്രദ്ധിക്കാനുള്ള സമയമല്ല. ഞാൻ അവിടെ ശാന്തത കൈവരിച്ചു. പിന്നെ ഹോസ്പിറ്റലിൽ എത്തുന്നേക്കാളും മുന്നേ എൻ്റെ മദർ കണ്ണുകൾ തുറന്നു. ഓക്കെ, വളരെ സന്തോഷം. ഞാനിത് പറയാൻ കാരണം എന്താ ചോദിക്കുകയാണ്, ഇനി ഒത്തിരി ആൾക്കാർ ഇതിലുണ്ടാവും. ഒരുപാട് ആൾക്കാരുണ്ടാവും ട്രഷറിന്റെ വർക്ക് പങ്കെടുക്കുന്ന ആൾക്കാർ. പക്ഷേ അവരോടൊപ്പം സംസാരിക്കാൻ സമയമില്ല. ഞാനിത് നിങ്ങളോട് പറയാൻ കാരണം എന്താ ചോദിക്കുകയാണെങ്കിൽ, അതിനുള്ള ഒരു ത്യാഗം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു ഇലവുണ്ടാവണം. അപ്പൊ ഞാൻ പറയുന്നു, നിങ്ങളുടെ കടബാധ്യതയാവട്ടെ, സാമ്പത്തിക പ്രതിസന്ധി ആവട്ടെ, ഇതൊക്കെ മാറണമെങ്കിൽ 100% നിങ്ങളെ ഉള്ളിൽ പ്രവർത്തിക്കുവാനുള്ള ഒരു അവസരം നിങ്ങൾ നൽകണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാൻ ഒറ്റ കാര്യം കൂടി ചോദിക്കട്ടെ. അന്നെങ്ങാനും ഈ ട്രഷറിൽ പങ്കെടുക്കാതെ മാറി നിന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ എന്തായിരിക്കും ഇപ്പോഴത്തെ അവസ്ഥ? സംഗീതം ഒന്ന് സംസാരിച്ച്, അന്ന് ഇതിൽ പങ്കെടുക്കാതെ മാറി നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും ഇപ്പോഴത്തെ അവസ്ഥ? ഇപ്പൊ ഞാന് എന്താ പറയാ, എനിക്ക് തന്നെ ഇപ്പൊ പറയാൻ പറ്റില്ല. അതുപോലത്തെ ഒരു അവസ്ഥയാവും. കാരണം എപ്പോഴും ഇങ്ങനെ വല്ലാത്ത പിരിമുറുക്കവും ഇതായിട്ട് എല്ലാ സമയത്തും ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കും ഓരോന്ന്. അത് മുന്നേ അങ്ങനെ ആയിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് റിപ്പീറ്റ് ആയിട്ട് പിന്നെ കടത്തിന്ന് കടത്തിലേക്കും ഇങ്ങനെ പൈസ വാങ്ങുന്നതെന്ന്, ഓരോ ആൾക്കാരെ പൈസ വാങ്ങുക, പിന്നെ അടുത്ത മാസം അത് കൊടുക്കുക, അടുത്ത മാസം വേറെ വാങ്ങിക്കുക, ആ ലെവലിൽ നിന്നും പിന്നെ ഓഫീസിലും അത് ഓരോ പ്രശ്നങ്ങൾ വരുമ്പം നമ്മൾ അതിൻ്റെ പുറകിൽ പോയി ആ ഒരു ഇതിൽ നിന്നും പിന്നെ ഈ എല്ലാ കാര്യത്തിൽ നിന്നും എനിക്കൊരു മാറ്റം ആ സമയത്ത് ആണ് നമുക്ക് ആ ഇത് വേണ്ടത്. നമ്മളെ ബാക്കിയുള്ള സമയത്തൊക്കെ ശാന്തത നിന്നാലും ഒരു സന്ദർഭം വരുമ്പോൾ നമ്മൾ അവിടെ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിലാണ് കാര്യമുള്ളത്. അപ്പൊ അതിനെനിക്ക് സാധിച്ചത് ട്രഷറിൽ പങ്കെടുത്തത് കൊണ്ടാണ്. ഓക്കെ, വളരെ സന്തോഷം. അപ്പൊ ഞാൻ ഒറ്റ വാക്കിൽ ഇവരോട് ചോദിച്ചു ഇത്രയായിരുന്നു. അതായത് നമ്മൾ അതിനെ അനുവദിക്കാതെ ആ സമയത്ത് ഇതൊക്കെ കേട്ടിട്ട് ഇതൊക്കെ എന്ത് എന്ന് വിചാരിച്ച് മാറിപ്പോയിരുന്നെങ്കിൽ എന്നതാണ്. യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ മതി, ഒരുപാട് ആളുകളുടെ ജീവിതത്തിന്റെ അതിശക്തമായ കാര്യങ്ങൾ നമ്മുടെ ചാനലിലുണ്ട്. ഒരുപാട് ആയിരക്കണക്കിന് ആളുകളുണ്ട്. അതിന് കാരണം എന്താ ചോദിക്കുകയാണെങ്കിൽ, അവരതിനെ അനുവദിച്ചു എന്നതാണ് അതിന്റെ കാരണം. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നു, ലൈഫിൽ മാറ്റം കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് അയച്ചു തരുന്ന മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്യണം. അതുപോലെ അഫർമേഷൻ ചെയ്യണം. പിന്നെ തിരിച്ചറിയണം. അതായത് തിരിച്ചറിയേണ്ട കാര്യം എന്താ ചോദിക്കുകയാണെങ്കിൽ, ഒരു പണക്കാരനായ ഒരു വ്യക്തി
ഒരു സാമ്പത്തികമായ ഉന്നതമായ അവസ്ഥയിലുള്ള ഒരു വ്യക്തി, ആ വ്യക്തിക്ക് പണത്തെക്കുറിച്ചും സമ്പത്തുണ്ടാക്കുന്നതിനെ കുറിച്ചും പണം ചെലവഴിക്കുന്നതിനെ കുറിച്ചും ഒക്കെയുള്ള ആ മനുഷ്യന്റെ മനസ്സിലുള്ള കാഴ്ചപ്പാടും അദ്ദേഹത്തിന് തൊട്ടപ്പുറത്ത് ജീവിക്കുന്ന പണമില്ലാത്ത സാമ്പത്തികമായി പ്രതിസന്ധിയിൽ ജീവിക്കുന്ന ഒരുത്തന്റെ കാഴ്ചപ്പാടും ചിന്തയും പണത്തെക്കുറിച്ചുള്ള അവന്റെ അവബോധവും ഒക്കെ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അത് വ്യത്യാസമുണ്ട്, വ്യത്യസ്തമാണ്. അപ്പോ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ശരി, അങ്ങനെ ഉണ്ടോ സർ? പണക്കാർക്ക് അങ്ങനെ വ്യത്യാസമുണ്ട്, പാവപ്പെട്ടവർക്ക് അങ്ങനെ വ്യത്യാസമുണ്ടോ? അല്ലേ? അപ്പൊ എങ്ങനെയാണ് ഈ പണക്കാർക്കുള്ള വ്യത്യാസം? എന്താണ് അവരുടെ മനസ്സിൽ ഈ പണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, സാമ്പത്തികമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവരുടേതൊക്കെ കൃത്യമായി വരുന്നു, നമ്മുടേതൊക്കെ പാളിപ്പോകുന്നു? എന്തുകൊണ്ടാണ് അത് വരുന്നത്? അപ്പം നമ്മളിൽ ഇല്ലാത്ത എന്തെങ്കിലും ചില പ്രത്യേകതകൾ അവരിൽ ഉണ്ടോ എന്ന ഒരു ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ വിജയിച്ചു. അങ്ങനെ ചോദ്യമൊന്നും ഇല്ല. അവരുടെ ഉള്ളിൽ അതൊക്കെ ഭാഗ്യം കൊണ്ട് വരികയാണ്, അതൊക്കെ അവർക്ക് അങ്ങനെ കിട്ടിയതാണ്, അതൊക്കെ എങ്ങനെ കിട്ടിയതാണ്, നിങ്ങൾ പറയുന്ന കാര്യമൊന്നും പൈസ ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്ന രൂപത്തിലാണെങ്കിൽ നിങ്ങളെ ശരിപ്പെടുത്തുവാൻ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വ്യക്തിയെ ശരിപ്പെടുത്തുവാൻ സാധ്യമല്ല. കാരണം അയാളിൽ തന്നെ ചങ്ങല കൊണ്ട് വരിഞ്ഞ് മുറുക്കി എന്നെ നന്നാക്കണ്ട, താൻ എന്തെങ്കിലും പറഞ്ഞു പൊക്കോ എന്ന് പറയുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. അങ്ങനത്തെ ആൾക്കാർ ഈ ക്ലാസ് കേട്ടിട്ട് യാതൊരു കാര്യമില്ല. അപ്പൊ ഞാൻ ഒറ്റ കാര്യം നിങ്ങൾ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, പണക്കാർക്ക് ഒരു പ്രത്യേകമായ ചിന്താരീതി ഉണ്ടെന്നും അവരുടെ കാഴ്ചപ്പാടും അവരുടെ പണവുമായി ബന്ധപ്പെട്ട ഇമോഷൻസും ഒക്കെ പാവപ്പെട്ടവരിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നും, അപ്പൊ എന്താണ് ആ വ്യത്യാസം? അവർക്ക് നമ്മളിൽ ഇല്ലാത്ത, പാവപ്പെട്ടവരിൽ ഇല്ലാത്ത ഒരു വ്യത്യാസം അവർക്കുണ്ടെങ്കിൽ അതെന്താണ് എന്ന് അറിയുവാൻ താല്പര്യമുള്ളവർ, അങ്ങനെ ഒരു ചിന്തയുള്ളവർ ഒന്ന് ടൈപ്പ് ചെയ്തേ പ്ലീസ്. ടൈപ്പ്. അങ്ങനെ ഒരു ചിന്തയുള്ള ആൾക്കാർ ടൈപ്പ് ചെയ്തേ, ഒന്ന് ടൈപ്പ് ചെയ്തേ. അങ്ങനെ ഒരു ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ വേണം. ശരി, എനിക്ക് മാത്രം പണം വരുന്നില്ല, പക്ഷെ പണം വരുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പൊ അവർക്ക് വേറെ കാഴ്ചപ്പാടുണ്ടല്ലോ. കാരണം അകത്ത് ആ കാഴ്ചപ്പാട് ഉള്ളത് കൊണ്ടാണല്ലോ പുറത്ത് ഇങ്ങനെ വന്നത്. മനസ്സിലായില്ല? ഓക്കെ. അപ്പോ അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടാകുന്ന സമയത്ത് മാത്രമേ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയുവാനുള്ള ഒരു കഴിവ് ദൈവം നൽകുകയുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് അതറിയണം. അപ്പൊ അത് റിക്വസ്റ്റാണ്. എനിക്കറിയണം, എനിക്ക് മനസ്സിലാവണം. പണക്കാർക്ക് പാവപ്പെട്ടവർക്ക് ഇല്ലാത്ത പ്രത്യേകത ഉണ്ടെങ്കിൽ അതെന്താണെന്ന് എനിക്ക് അറിയണം. അതെന്താണ് എന്ന ചോദ്യം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുമ്പോഴേ അതിന് ഉത്തരം കിട്ടുകയുള്ളൂ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ, പണക്കാർക്ക് പ്രത്യേകമായ ചില കാര്യങ്ങൾ അവരുടെ ഉള്ളിലുണ്ടെങ്കിൽ, ആ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ സന്നിവേശിപ്പിച്ച് കഴിഞ്ഞാൽ പണവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉള്ള നമ്മുടെ കാഴ്ചപ്പാട് മാറുകയും, പണവുമായി ബന്ധപ്പെട്ട് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ മാറുകയും, പണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കാഴ്ചപ്പാട് മാറുകയും, ഇങ്ങനെ മാറുക മാത്രമല്ല ഈ രൂപത്തിലുള്ള ആക്ഷൻ നമ്മളിൽ നിന്ന് ഓട്ടോമാറ്റിക്കലായി സംഭവിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ കടങ്ങൾ വിടും, ധനം കൂടും. ഇത് മാജിക് ഒന്നുമല്ല. ഇത് ഏതെങ്കിലും മന്ത്രം ചൊല്ലിയ മാജിക്കോ കാര്യങ്ങളോ അല്ല. പണം വരാൻ കാരണം നമ്മൾ തന്നെ പണക്കാരുടെ ആ കാഴ്ചപ്പാടുകൾ അത് മനസ്സിലാക്കിയാൽ മാത്രം പോരാ. പണക്കാർ ഇങ്ങനെയാണ് ചിന്തിക്കുന്നതില്ലേ, ശരി സാർ, എനിക്ക് മനസ്സിലായി, നാളെ മുതൽ ഞാനും അങ്ങനെ ചിന്തിക്കാം. അതൊന്നും നടക്കുന്ന കാര്യമല്ല. അങ്ങനെയാണെങ്കിൽ പുസ്തകം വായിച്ചാൽ നന്നാവണ്ടേ? അപ്പൊ ഈ ഒരു അറിവ് നമ്മുടെ ഉള്ളിൽ അത് അറിവായിട്ട് നിൽക്കണമെങ്കിൽ ചില അനുഭവങ്ങളുമായിട്ട് ഹാങ്കർ ചെയ്ത് വെക്കണം. അപ്പോൾ മാത്രമേ നമ്മുടെ ഉള്ളിൽ അത് തങ്ങി നിൽക്കൂ. ഉദാഹരണമായിട്ട്, ഇപ്പൊ നിങ്ങൾ ചെറിയ പ്രായത്തിൽ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്, 10ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായി കാണും. ഏതെങ്കിലും ഒരാൾക്ക് പറയാൻ പറ്റുമോ? എല്ലാ അനുഭവങ്ങളും പറയാൻ പറ്റില്ല. ഉദാഹരണമായിട്ട് ഇപ്പൊ ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്, എന്റെ 10ാം ക്ലാസ്, ഞാൻ 10th പഠിക്കുന്ന സമയത്ത്, SLC പഠിക്കുന്ന സമയത്ത്, എന്റെ ലൈഫിന്, അല്ലെങ്കിൽ ഞാൻ 10th സ്റ്റാൻഡേർഡിൽ 10 E ക്ലാസ്സിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. അപ്പോ PTM ഹൈസ്കൂൾ, കൊടിയത്തൂർ PTM ഹൈസ്കൂൾ 10 E ക്ലാസ്സിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്.
അപ്പൊ ഞാൻ എന്റെ 10 ഈ ക്ലാസ് നോക്കുമ്പോൾ എന്റെ ക്ലാസ് ടീച്ചറെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ക്ലാസ്സിലെ ഒരു വർഷം 10ാം ക്ലാസ്സിലുണ്ട്, 3 വർഷം ഹൈസ്കൂൾ, 1 വർഷം മുഴുവനായിട്ടുണ്ട്. അതിൽ ഏതാനും അനുഭവങ്ങൾ എന്റെ മനസ്സിലോട്ട് ഇപ്പോൾ കയറി വരുന്നു. അതെന്താ കാരണം? ആ അനുഭവങ്ങളുമായി ബന്ധപ്പെട്ട ഇമോഷൻസുകളും എന്റെ ഉള്ളിൽ ഹാങ്കർ ചെയ്തു വെച്ചിരിക്കുന്നു. അപ്പോ ആ അനുഭവങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ, അല്ലെങ്കിൽ 10th ആ ജീവിതത്തെ കുറിച്ച് ഓർക്കുമ്പോൾ, എന്റെ സമ്മതമോ എന്റെ അറിവോ ഒന്നും കൂടാതെ ആ ഒരു അനുഭവങ്ങൾ എന്റെ ഉള്ളിലോട്ട് ഓട്ടോമാറ്റിക്കലി റഷായിട്ട് കയറി വരുന്നു. എല്ലാം വരുന്നില്ല. ഇത് 10th കാര്യം മാത്രമല്ല. നിങ്ങൾ 9th പഠിക്കുന്ന സമയത്ത്, അതല്ല നിങ്ങൾ എന്താ പറയാ, സ്കൂളിലൊന്നും പോകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന്, ഈ സമയത്ത് വീട്ടിൽ നിന്ന് സംഭവിച്ച കാര്യങ്ങൾ, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ കോറിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകമായി ഓർക്കുവാൻ തക്കത്തിന് ഒരു പ്രത്യേക രൂപത്തിലുള്ള ഹാങ്കറിങ് സംഭവിച്ചത് മാത്രമേ നമ്മുടെ മനസ്സിൽ അങ്ങനെ നിൽക്കൂ. എല്ലാം നിൽക്കില്ല. അപ്പൊ ഈ ഹാങ്കറിങ് സംഭവിച്ചു നിൽക്കുമ്പോൾ ആവുന്ന ഗുണം എന്താണ്? ഗുണമുണ്ട്, ദോഷമുണ്ട്. അതിന് ഗുണം എന്ന് പറഞ്ഞാൽ, അത് നല്ലതാണെങ്കിൽ നമുക്ക് ആ കാര്യത്തെ കുറിച്ച് ഓർക്കുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി നമുക്ക് സന്തോഷം കിട്ടും. അവിടെ നമുക്ക് വേറെ ആൾ ഉപദേശിക്കണ്ട, ഇത് ഓർക്കുമ്പോൾ നീ സന്തോഷിച്ചോ എന്ന് ഒരാൾ ഉപദേശിക്കണ്ട. അതിനെ കുറിച്ച് ഓർക്കുമ്പോഴേക്കും, മനസ്സിലായില്ലേ? 10ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുന്ന സമയത്ത് യൂത്ത് ഫെസ്റ്റിവലിന് ഒരു 10, 20, 30 കുട്ടികളുടെ കൂട്ടത്തിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഐറ്റത്തിന് ഫസ്റ്റ് കിട്ടി, ഒരു പാട്ടിന് ഫസ്റ്റ് കിട്ടി. അപ്പൊ നമ്മളെ ടീച്ചേഴ്സ് അസംബ്ലിയിൽ ഇത്രയും ആൾക്കാരുടെ ഈ മിടുക്കൻ പാസ്സായി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കുറിച്ച് വളരെ വാതോരാതെ സംസാരിച്ച ആ വാക്ക്, ആ സമയത്ത് മറ്റു കുട്ടികളുടെ മുമ്പിൽ വീരപരിവേഷം ലഭിച്ച നമ്മൾ, ആ ഒരു വല്ലാത്ത ഐതിഹാസികമായ നിമിഷം, നമുക്ക് നമ്മളെ തന്നെ കുറിച്ച് ആലോചന, എന്നെ കുറിച്ച് തന്നെയാണോ ഈ പറയുന്നത്, ഇത്രയും സ്മാർട്ടാണോ ഞാൻ എന്നൊക്കെ നമുക്ക് തന്നെ തോന്നിയ നിമിഷം. മനസ്സിലായില്ലേ? അങ്ങനെ ആ കുട്ടികളുടെ മുമ്പിൽ നിന്ന് ആദരിക്കുകയും ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് ടീച്ചർ നമ്മൾ കൈ കൊടുക്കുകയും നമ്മൾ ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്ത അനുഭവം ഉണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് ഇപ്പോൾ ഓർക്കുന്ന സമയത്ത് തന്നെ നിങ്ങളോട് ആരും സന്തോഷിക്കുവാൻ പറയേണ്ട കാര്യമില്ല. നിങ്ങളോട് ആരും അതിനെക്കുറിച്ച് നല്ല കാര്യം ചിന്തിക്കാൻ വേണ്ടി പറയേണ്ട കാര്യമില്ല. ഓട്ടോമാറ്റിക്കലി ഒരു മൂഡ് വരും, ഹാപ്പിനെസിന്റെ മൂഡ് വരും. അതേ സമയത്ത് നമ്മൾ ചെയ്യാത്ത ഒരു കുറ്റത്തിന് നമ്മളെ, ഉദാഹരണമായിട്ട് നമ്മളൊരു സ്ഥലത്ത് പോയി, വാഷ്റൂമിൽ പോയി ഇറങ്ങി വന്നു, സാറ് കയറി നോക്കുമ്പോൾ അവിടെ ഒരു മയക്കുമരുന്നിന്റെ പൊടി, നമ്മളതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, നമ്മളത് അറിയില്ല. പക്ഷെ നമ്മളാണ് ആ സമയത്ത് പോയത് കണ്ടത്. അപ്പൊ നമുക്ക് അതിന്റെ പേരിൽ പ്രശ്നം വന്നു, സ്കൂളിൽ DC തന്നു, വീട്ടില് പ്രശ്നം, നാട്ടില് പ്രശ്നം, നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് പത്രങ്ങളിൽ വന്നു. അപ്പൊ ഈ ഒരു സംഭവത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ നമ്മളോട് ആരും പറയേണ്ട, ദുഃഖിക്കാനോ ടെൻഷനാവാനോ ആരും ഒരാളുടെ ഉപദേശവും വേണ്ട. അത് അവിടെ ഹാങ്കർ ചെയ്ത് അവിടെ തറച്ചിരിക്കുക. എന്നതുപോലെ പണത്തെക്കുറിച്ച് നമ്മൾ പോലും അറിയാത്ത ഹാങ്കറിംഗ് ഉണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, പണത്തെക്കുറിച്ചുള്ള ഈ പണക്കാരുടെ, റിച്ചായിട്ടുള്ള, സാമ്പത്തികമായ ഒരുപാട് ഉന്നതമായ അവസ്ഥയിൽ നിൽക്കുന്ന ആളുകളുടെ പണത്തെക്കുറിച്ചുള്ള ചിന്തയും കാഴ്ചപ്പാടും അവരുടെ മനോഭാവവും നമ്മുടെ മനസ്സിന്റെ ഉള്ളിലോട്ട് അത് സന്നിവേശിപ്പിക്കുകയും, നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രത്യേക രൂപത്തിലുള്ള അനുഭവത്തിലൂടെ അതവിടെ ഹാങ്കർ ചെയ്ത് വെക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി പണത്തെക്കുറിച്ച് തീരുമാനമെടുക്കുമ്പോ, പണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോ നമ്മുടെ ഉള്ളിൽ വേറെ ടെൻഷൻ ഒന്നും വരില്ല. ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ പണക്കാരൻ ഏത് തീരുമാനം എടുത്തത്, ആ തീരുമാനം നമ്മളും ഓട്ടോമാറ്റിക്കലി എടുക്കും. മനസ്സിലായോ? ഇതൊരു ലാഭമുള്ള കച്ചവടമല്ലേ പ്രിയപ്പെട്ടവരെ? ഒന്ന് ടൈപ്പ് ചെയ്തേ. ഇത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമല്ലേ? ഇത് ചെയ്യാൻ നിങ്ങൾ അനുവദിക്കണം. അനുവദിക്കാതെ നിങ്ങളിൽ ഇത് ചെയ്യാൻ സാധ്യമല്ല. മനസ്സിലായില്ലേ? നിങ്ങളിൽ ഇത് ചെയ്യണമെങ്കിൽ നിങ്ങൾ അത് അനുവദിക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കേവലം അറിവ് കൊണ്ട് ഒരു മനുഷ്യന് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? നമുക്ക് അനുഭവം ഉണ്ടാകുമ്പോഴേ, ഇപ്പൊ ഉദാഹരണമായി നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പൊ നിങ്ങളോട് ഞാൻ പറയാണ്, ഇപ്പൊ ട്രഷറൽ കോഴ്സിൽ പങ്കെടുത്ത ആൾക്കാർ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, അതവർ അനുഭവിച്ചതിന് ശേഷമാണ് പറയുന്നത്. ഏതെങ്കിലും ഒരാൾ
ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ 4 ബാച്ചാണ് ട്രഷർ ബാച്ച് സ്റ്റാർട്ട് ചെയ്തത്. 4 ബാച്ച്. ഈ 4 ബാച്ചിൽ ഏതെങ്കിലും ഒരു വ്യക്തി പറയാണ് ഇതുകൊണ്ട് എൻ്റെ ലൈഫിൽ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഈ ജോലി ഇപ്പം നിർത്തും. മാത്രമല്ല അവർക്ക് ഏത് നഷ്ടപരിഹാരം കൊടുക്കാൻ ഞാൻ റെഡിയാണ്. ഇത് പബ്ലിക്കായിട്ട് ഞാൻ പറയാം. എന്താ കാരണം? അതെനിക്ക് അത്രയും പറയാൻ പറ്റുന്നത്, അങ്ങനെയുള്ള ആളുകൾ അതിൽ വന്നത് അവരെ മാറുവാൻ വേണ്ടി അനുവാദം തന്നു, സറണ്ടർ ചെയ്തു. മനസ്സിലായില്ലേ? ഞാൻ ഉച്ചത്തിൽ ആദ്യം തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു, 30 ലക്ഷങ്ങൾ നിങ്ങൾ എഴുതി വെക്കണം. ഈ 30 ലക്ഷങ്ങളും നേടിയെടുക്കുകയോ 6 മാസത്തിനുള്ളിൽ 30 ലക്ഷങ്ങൾ നേടിയെടുക്കുകയോ അത് നേടിയെടുക്കുവാനുള്ള വഴികൾ തുറന്ന് ലഭിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ യൂട്യൂബിലൂടെയോ FB-യിലൂടെയോ വിളിച്ചു പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് എന്തുകൊണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ, അങ്ങനെയുള്ള ആളുകളെ മാറുവാൻ അനുവദിച്ച ആളുകളെയാണ് ഞാൻ അതിലേക്ക് എടുത്തിട്ടുള്ളൂ. എല്ലാവരെയും എടുത്തിട്ടില്ല. അത്രയും സ്ട്രിക്റ്റ് ആയി പോയത് കൊണ്ടാണ്. എന്നതുപോലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അപ്പോ അവര് പറയുന്ന ആ കാര്യം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞ ഇതാണ്, അവരുടെ ആ അനുഭവം ഇപ്പോൾ അവർ അനുഭവിക്കുന്നത് അവർ എത്ര നിങ്ങളോട് പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇതിപ്പോ പല ക്ലാസ്സുകളിലും ആൾക്കാർ എങ്ങനെ പറയും എന്നേ നിങ്ങൾക്ക് തോന്നുള്ളൂ. പക്ഷെ നിങ്ങൾ അത് അനുഭവിക്കുമ്പോഴേ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഏത് കാര്യമാണെങ്കിലും ശരി. ഞാനൊരു ജ്യൂസ് കുടിച്ചു, ഞാൻ കോഴിക്കോട് നിന്ന് ഇന്ന സ്ഥലത്ത് നിന്ന് ജ്യൂസ് കുടിച്ചു, അടിപൊളി ടേസ്റ്റ്, ഹൈലി ടേസ്റ്റ് എന്ന് ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല, നിങ്ങൾ അത് കുടിച്ചു നോക്കാതെ. എന്നതുപോലെ പണത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പണക്കാർ ചിന്തിക്കുന്നത് എന്ന് നിങ്ങളോട് എത്ര പറഞ്ഞാലും ശരി, നിങ്ങൾക്കത് മനസ്സിലാവില്ല, അത് അനുഭവിക്കാതെ. അപ്പോ അത് അനുഭവിച്ച് തരണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സമ്മതം വേണം. ഏതുപോലെ നിങ്ങളെ കാലിലൊരു മുള്ളു കുത്തി, നിങ്ങൾ അവിടെ നിന്ന് കൊടുക്കണം, എപ്പോഴേ എടുക്കാൻ പറ്റൂ. നിങ്ങൾ ഓടുകയാണ്, എടുക്കാൻ പറ്റില്ല. ഈ ഏരിയ ആണ് ഹാപ്പി പാർക്ക് നിരീക്ഷിച്ച ഏറ്റവും വലിയൊരു കാര്യം. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ മിഷൻ ഇപ്പൊ ഈ ഒരു വർഷം നമ്മൾ മിഷൻ ആക്കിയെടുത്താണ് സാമ്പത്തികമായിട്ടുള്ള ഒരു മാറ്റം മനുഷ്യരിൽ ഉണ്ടാക്കുക എന്നത് ഒരു കൃത്യമായ മിഷനായിട്ട് ഏറ്റെടുത്തിരിക്കുക. അപ്പോ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഒരു കാര്യം ആൾക്കാർ അതിൽ നിന്ന് തരുന്നില്ല. അതിന് കാരണം എന്താ ചോദിക്കുകയാണെങ്കിൽ, അവർക്ക് ആ വിഷയത്തിൽ വിശ്വാസമില്ല. എന്തുകൊണ്ടാണ് വിശ്വാസമില്ലാത്തത്? അവർ നല്ലവരാണ്, സാധുക്കളാണ്, അവരുടെ ചെറിയ പ്രായം മുതലേ ഇതൊന്നും നടക്കൂല, അല്ലെങ്കിൽ എല്ലാവർക്കും ഒന്നും പൈസക്കാരാൻ പറ്റൂല, പണത്തെക്കുറിച്ചൊക്കെ അതൊക്കെ വെറുതെ പറയുന്നതാണ്, പണം അങ്ങനെ വരുന്ന ഒരു സംഭവമൊന്നും അല്ല എന്നൊക്കെയുള്ള അവരുടെ പ്രോഗ്രാമിംഗ് അടിസ്ഥാനത്തിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾ ഉറച്ചു നിൽക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പാവപ്പെട്ടവനും പണക്കാരനും തമ്മിൽ അടിസ്ഥാനപരമായ വ്യത്യാസമുള്ളത് കൊണ്ടല്ലേ, ചിന്തയിലും കാഴ്ചപ്പാടിലും അടിസ്ഥാനപരമായ വ്യത്യാസമുള്ളത് കൊണ്ടല്ലേ പണക്കാരനായി മാറുന്നതും, അല്ലെങ്കിൽ പണക്കാരനായതിനു ശേഷം പിന്നെ താഴോട്ട് വീഴുന്നതും, അല്ലെങ്കിൽ പാവപ്പെട്ടനായി തുടരുന്നതും ഒക്കെ അടിസ്ഥാനപരമായി ഇവരുടെ ഉള്ളിൽ, ഇവരുടെ ചിന്തയിലും കാഴ്ചപ്പാടിലും ഇവരുടെ അകത്തുള്ള പ്രോഗ്രാമിങ്ങിന്റെ വ്യത്യാസമല്ലേ പ്രിയപ്പെട്ടവരെ? യെസ് ഓർ നോ? ഒന്ന് ടൈപ്പ് ചെയ്ത്. പണക്കാരന്റെയും പാവപ്പെട്ടവന്റെയും ഉള്ളിലുള്ള അകത്തുള്ള കാഴ്ചപ്പാടിന്റെയും ചിന്തയുടെയും പ്രോഗ്രാമിങ്ങിന്റെ വ്യത്യാസമല്ലേ ഇവർ ഇന്ന് പുറത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പൊ നിങ്ങളോട് ഞാൻ പറയുന്നത്, പണക്കാരുടെ ആ ഒരു കാഴ്ചപ്പാട് നിങ്ങളുടെ ഉള്ളിലേക്ക് അനുഭവിപ്പിച്ച് നൽകാൻ പറ്റുമെന്നാണ് ഞാൻ പറയുന്നത്. മനസ്സിലായില്ല? ഇപ്പൊ അതിന് വേണമെങ്കിൽ ഒരു കാര്യം പറയാം. കഴിഞ്ഞ മാസം നമ്മൾ ഒരു സെഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, 10 ദിവസത്തെ ഒരു സെഷൻ. അതിൽ പങ്കെടുത്ത ആരെങ്കിലും ഉണ്ടോ? ഇതില് പണക്കാരുടെ ഫയലുകൾ മനസ്സിൽ ഇൻസ്റ്റാൾ ചെയ്യാം എന്ന് പറയുന്ന ഒരു 10 days പ്രോഗ്രാമിൽ പങ്കെടുത്ത ആരെങ്കിലും ഈ ക്ലാസ്സിലുണ്ടോ? എനിവൺ? ഒന്ന് സംസാരിച്ച് ആരെങ്കിലും ഉണ്ടോ? മൈക്ക് ഓണാക്കി സംസാരിച്ചോളൂ. മൈക്ക് ഓണാക്കി സംസാരിച്ചു. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, അത് ഒരാളുടെ മനസ്സിൽ പണക്കാരന്റെ മനോഭാവത്തെ പറിച്ചു നടുവാൻ സഹായിക്കുന്ന കാര്യമാണോ അല്ലേ? യെസ് ഓർ നോ? തീർച്ചയായും. പല ധാരണകളും, നമ്മൾക്ക് തെറ്റായ ധാരണകൾ മനസ്സിൽ നിന്ന് ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതാണ് പണത്തിനുള്ള ഇത്. ഓക്കെ, ഒരുപാട് ആൾക്കാർ ടൈപ്പ് ചെയ്യുന്നുണ്ട്. വേറെ ആൾ സംസാരിച്ചേ. ഒത്തിരി ആൾക്കാർ പറയുന്നുണ്ട്. പറയൂ സാർ. മൈക്ക് ഓണാക്കി സംസാരിക്കും. ഞാൻ 10 ദിവസം
കൃത്യമായിട്ട് ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തതാണ്. ഉം. ഒരുപാട് പ്രോഗ്രാമുകളും ഒരുപാട് വീഡിയോസും ഞാൻ കാണാറുണ്ട്. പക്ഷെ എനിക്ക് അതിന്റെ ശരിയായ റിസൾട്ട് ശരിക്കും ഈ 10 ദിവസത്തെ ക്ലാസ്സിലാണ് ശരിക്കും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് ഞാനിപ്പോൾ ഇന്നും രാവിലെയും ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി ടൈം മാറ്റി വെക്കുന്നത്. ഞാൻ ഉറച്ച തീരുമാനം എടുത്ത ഒരാളാണ്. സാറ് പറഞ്ഞ പോലെ അതിനുവേണ്ടി വിധേയമായിട്ട് അതിനുവേണ്ടി തയ്യാറെടുത്തിട്ട്, അതായത് നിങ്ങൾക്ക് വേണ്ടി നമുക്ക് മാറ്റം വരുത്താൻ വേണ്ടി അനുവദിച്ചു തരണം എന്ന് പറഞ്ഞല്ലോ. ശരി. അത് അനുവദിച്ച് തരാതെ ഒരു കാരണവശാലും ഒരാൾ ഒന്നാകാൻ പോകും, യാതൊരു സംശയമില്ല. അനുവദിച്ച് കൊടുത്താൽ മാത്രമേ മാറ്റം വരുത്താൻ പറ്റൂ. താങ്ക് യു സാർ. ശരി സാർ, വളരെ സന്തോഷം. അതേപോലെ തന്നെ ഇനി ഒരാൾ സംസാരിച്ചോളൂ. ഈ നമ്മൾ ആ പണത്തിന്റെ ഫയലുകൾ, അത് ഞാൻ പറയുന്നത് സത്യമല്ലേ എന്ന് ഏതെങ്കിലും രൂപത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ളവർക്ക് പറയാം, അല്ലേ സാറേ അത് സത്യമല്ല എന്ന് പറയാം. അങ്ങനെ ഇങ്ങനെ പരസ്യമായിട്ട് ഞാൻ എന്നെ വിചാരണയ്ക്ക് വേണ്ടി ഇട്ടു തരികയാണ്. അതുകൊണ്ടാണ് ഇത് കേട്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളും നിങ്ങളെ മാറാൻ വേണ്ടി അനുവദിക്കണം. ഒരാൾ സംസാരിച്ചേ. ഹലോ, ഗുഡ് മോർണിംഗ് സാർ. ഒന്ന് സംസാരിച്ചേ. എന്റെ പേര് ലീലാമേന്നാണ്. സാറേ 100% ശരിയാണ്. നമ്മൾ ഹൃദയം കൊണ്ട് അത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് പണം ഉണ്ടാവും. പണം വരാനുള്ള വഴികൾ തുറന്നു വരും. അവസരങ്ങൾ നമ്മുടെ ചുറ്റോട് ചുറ്റും ഉണ്ട്, പക്ഷെ നമ്മൾ അറിയുന്നില്ലായിരുന്നു. എന്നെ സംബന്ധിച്ച് ഞാൻ അറിയുന്നില്ലായിരുന്നു. ഈ പ്രപഞ്ചം നമുക്ക് വേണ്ടി പലതും കാത്തു വെച്ചിട്ടുണ്ടെന്ന് നമ്മൾ അറിയുന്നില്ലായിരുന്നു. പക്ഷെ ആ ക്ലാസ് കൊണ്ടാണ് എനിക്കത് മനസ്സിലായത്. ഉറപ്പായിട്ടും അത് വലിയൊരു അവസരമായിരുന്നു. 10 ദിവസത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിലാണ് കൊണ്ടത്. ഉറപ്പായിട്ടും സാറിനും സർവേശ്വരനും ഏറ്റവും നല്ല അനുഗ്രഹങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ സന്തോഷം. ഓക്കെ, സന്തോഷം. താങ്ക് യു സാർ, താങ്ക് യു. ഓക്കെ. ഞാനിപ്പോ സംസാരിപ്പിക്കുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇവിടെ സംസാരിക്കാനുണ്ടാവും. അപ്പൊ ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് സാധ്യമാണ്, ഇതിന് അനുവദിക്കണം. അതായത് പണത്തെക്കുറിച്ചുള്ള പണക്കാരുടെ കാഴ്ചപ്പാട്, ചിന്താഗതി, അവരുടെ ഉള്ളിൽ ഉള്ള ഫയലുകൾ, അത് നമ്മുടെ ഉള്ളിലോട്ട് സന്നിവേശിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ അനുവാദം നൽകണം. അങ്ങനെ നൽകുമ്പോൾ അതൊരു ഹാങ്കറിംഗ് ആയിട്ടാണ് വെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് പണത്തെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കാൻ പറ്റൂ. അതല്ലാത്തൊരു പരിപാടി നമുക്ക് പറ്റില്ല. മനസ്സിലായോ? അപ്പോ നമ്മൾ എല്ലാ ട്രെയിനേഴ്സും പറയുന്നതാണ്, നമ്മൾ എന്ത് ചിന്തിക്കുന്നു അത് സംഭവിക്കും. അത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് അനുഭവിക്കുമ്പോൾ മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂ, അല്ലാണ്ട് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റൂല. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു. നമ്മൾ എപ്പോഴും ഒരൊറ്റ ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അതായത് ചില ആളുകളുടെ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ, പണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ, അവരുടെ കാഴ്ചപ്പാടിന് ഒരു 10, 500, 600 ഒക്കെ ഡെയിലി കിട്ടിയാൽ, അല്ലെങ്കിൽ ഒരു 10, 1000, ഒരു 10,000 രൂപയ്ക്ക് വലിയ സംഖ്യയായിട്ട്, 1,00,000 രൂപയൊക്കെ ദൈവമേ, അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടുള്ള ഒരാൾ എപ്പോഴും ഈ 100കളിലും 500കളിലും 1000ങ്ങളിലും മാത്രം നിൽക്കും. അത് നിൽക്കാൻ കാരണം നമ്മുടെ ഉള്ളിൽ ഈ രൂപത്തിലുള്ള വളരെ ചെറിയ രൂപത്തിലുള്ള രൂപരേഖ മാത്രമേ ഉള്ളൂ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അതിനെ നമ്മൾ മാറ്റുവാൻ ഇത് ഒരു ക്ലാസ് കൊണ്ടോ ഉപദേശം കൊണ്ടോ സാധ്യമല്ല. അതിനെ മാറ്റണമെങ്കിൽ നമ്മൾ അത് അനുഭവിച്ചേ പറ്റൂ. ഇപ്പൊ നിങ്ങളൊരു ചെറിയ ഉദാഹരണം പറയാം. നമ്മുടെ എത്രയോ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഒരുപക്ഷെ പണക്കാരായി, പണത്തിന് സമ്പന്നതയുടെ അങ്ങേയറ്റമെത്തി, പെട്ടെന്ന് ലോസസ് വന്നു, ലക്ഷങ്ങൾ പോയി, കോടികൾ പോയി. ഇങ്ങനെ പോയ ആൾക്കാരൊക്കെ പിന്നീട് അവർ തിരിച്ച് വീണ്ടും കോടീശ്വരനായി. മനസ്സിലായോ? അവർ കംപ്ലീറ്റ്ലി തകർന്ന് തരിപ്പണമായില്ല. താൽക്കാലികമായിട്ട് ചില അസ്വസ്ഥത ഉണ്ടാവുകയോ നിയമത്തിന്റെയോ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള സാമ്പത്തിക ഇഷ്യൂസിന്റെയോ ഒക്കെ കാരണം കൊണ്ട് തകർന്ന് തരിപ്പണമായെങ്കിലും, അതാണ് നമ്മൾ തോമസ് ആൽവ എഡിസൺ തന്റെ പുത്രനോട് പറഞ്ഞത്. അതായത് ഒരിക്കൽ തന്റെ സമ്പത്ത് മുഴുവനും കത്തി അരിഞ്ഞ് ചാമ്പലാകുമ്പോ അദ്ദേഹം തന്റെ മകനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ നോക്കൂ, ഞാൻ ഉണ്ടാക്കിയ മുഴുവൻ ആസ്തിയും സമ്പത്തും എല്ലാം ഇതാ ഇവിടെ കത്തിയെരിയുന്നു. എനിക്ക് പ്രശ്നമില്ല. എന്റെ ഈ ബുദ്ധി, എന്റെ ഈ കഴിവ്, എന്റെ ഈ അറിവ് ഇതുള്ളിടത്തോളം കാലം 5 വർഷം കൊണ്ട് ഇതിനേക്കാളും ഞാൻ തിരിച്ചു പിടിക്കും, നീ നോക്കിക്കോ. മനസ്സിലായില്ലേ? അതായത് പണക്കാരന്റെ പണം എന്ന് പറയുന്നത് പുറത്ത് നമ്മൾ കാണുന്ന ഈ സാധനമല്ല. അവർക്ക് അകത്ത് അത്രയും നല്ല ധനപരമായിട്ടുള്ള ഫയലുകൾ ഉള്ളത് കൊണ്ട് അവർ എങ്ങനെയെങ്കിലും തിരിച്ചു വരും. അതുകൊണ്ടാണ് ലോട്ടറി അടിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പണം കിട്ടിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം,
ആ വ്യക്തിക്ക് ആ പണം കിട്ടുമെങ്കിലും പണം കിട്ടി അത് ഒരിക്കലും നിലനിർത്താൻ പറ്റില്ല. ഏതുപോലെ ഒരു 10 15 വയസ്സുള്ള ഒരു കുട്ടിയുടെ തലയിൽ ഒരു 50 60 കിലോഗ്രാം ഭാരമുള്ള സിമന്റ് ചാക്കോ അതല്ലെങ്കിൽ അത് തത്തുല്യമായ എന്തെങ്കിലും ഒന്ന് തലയിൽ വെച്ചു കൊടുത്താൽ ആ വ്യക്തിക്ക് എത്രത്തോളം അത് താങ്ങുവാൻ സാധ്യമല്ലയോ? എങ്ങനെയെങ്കിലും അതൊന്ന് എടുത്തിട്ട് അല്ലെങ്കിൽ അതിന്റെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ട് പെട്ടെന്ന് അത് പുറത്തോട്ട് തള്ളുവാൻ ആ കുട്ടിയുടെ ആ വ്യക്തിയുടെ ഉള്ളിൽ ഉണ്ടാകുന്ന അതേ വ്യഗ്രത നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ കൊള്ളാത്ത പണം നമ്മിലോട്ട് വന്നു ചേർന്ന് നമുക്കുണ്ടാവും. എന്നിട്ട് നമ്മൾ അത് കളഞ്ഞ് സ്വസ്ഥമായിട്ട് ആശ്വാസിക്കും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മളൊക്കെ നമ്മളെ കുറിച്ച് ആലോചിക്കുക. നമ്മളിപ്പോൾ 100 മുതലും 500 മുതലും 1000 മുതലും കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഒരിക്കലും ലക്ഷ്യങ്ങൾ ഉണ്ടാക്കുവാൻ സാധ്യമല്ല. ചിന്താഗതി പോലും 500 മുതലും 1000 മുതലും 2000 മുതലും 5000 മുതലും 10000 മുതലും മാത്രമാണെങ്കിലും നമുക്ക് ഒരിക്കലും ലക്ഷ്യങ്ങൾ ഉണ്ടാക്കുവാൻ സാധ്യമല്ല. ഈ ലക്ഷ്യങ്ങളുടെ പുറത്ത് മാത്രമാണ് ചിന്താഗതിയെങ്കിൽ കോടികൾ ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പൊ ഇത് നമ്മുടെ മനസ്സിൽ കോടികളുടെ ആ ഒരു പ്രോഗ്രാമിങ് അവിടെ ഇൻസ്റ്റാൾ ചെയ്തത് അനുഭവിപ്പിക്കുമ്പോൾ കാലം കൊണ്ട് നമ്മൾ അങ്ങോട്ട് മാറും. ഇന്ന് ചെയ്ത് സാറേ ഞാൻ ഇന്ന് ചെയ്ത് സാറേ അടുത്ത ആഴ്ച എനിക്കൊരു 1 കോടി രൂപ കിട്ടണം, അതൊന്നും നടക്കുന്ന കാര്യമല്ല. അതൊന്നും നടക്കുന്ന കാര്യമല്ല. അങ്ങനെ ഒരു മന്ത്രം ചൊല്ലി ഓം ഒക്കെ പറഞ്ഞു കണ്ണുറക്കുമ്പോഴേക്കും പണം, അതൊക്കെ തട്ടിപ്പാണ്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ ഇതാ പണം വരുന്നു, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രപഞ്ച നിയമത്തിനെതിരാണ്. അങ്ങനെ നിങ്ങൾക്ക് 24 മണിക്കൂറിനുള്ളിൽ പണം വരണമെങ്കിൽ 2 കാര്യം ചെയ്യണം. ഒന്ന്, നിങ്ങൾ പോയിട്ട് ഏതെങ്കിലും ബാങ്ക് കൊള്ളയടിക്കണമെങ്കിൽ പണക്കാരന്റെ പൈസ എടുത്തിട്ട് കൊണ്ടുവന്ന് പറഞ്ഞു, മനസ്സിലായില്ലേ? അതല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും പണമുള്ള ഒരാളെ വീട്ടിൽ പോയി ഇരുന്നിട്ട് അവിടെ പണമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കേണ്ടി വരും. അതല്ലാതെ നമുക്ക് വെറുതെ നമ്മളെ ഈ പറയപ്പെട്ട സംഭവങ്ങളൊക്കെ തട്ടിപ്പാണ്. ഏത് ഇതാ നാളെ തന്നെ നിങ്ങൾ കോടീശ്വരനാക്കാം, അടുത്ത ആഴ്ച തന്നെ നിങ്ങളെ കടങ്ങളൊക്കെ വിട്ടാം, അതൊന്നും നടക്കുന്ന കാര്യമല്ല. അങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു പെൺകുട്ടിയോട് നമ്മൾ പറയാണ്, മോളെ നീ നാളെ തന്നെ പ്രസവിക്കണം. നടക്കൂല. അതിന് പ്രപഞ്ചത്തിന്റെ നിയമമുണ്ട്, അതിന് പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സിലൂടെ പോയി 10 മാസം കഴിഞ്ഞെങ്കിൽ മാത്രമേ ഒരു ലേഡി പ്രസവിക്കൂ. ഇതും എല്ലാത്തിലും ബാധകമാണ്. പ്രപഞ്ച നിയമം ഏതെങ്കിലും ഒന്നിൽ ഒരു രൂപത്തില് വേറൊന്നിൽ വേറെ രൂപത്തിലില്ല, എല്ലായിടത്തും ഒരുപോലെയാണ്. അപ്പൊ പഠനം പറയുന്നത് 80% അധികം ആളുകളും ഇന്ന് വളരെ ടെൻഷനിലോ ദുഃഖത്തിലോ സംതൃപ്തരല്ലാതെയാണോ ജീവിക്കുന്നത്. എന്തുകൊണ്ടാണ് ചോദിക്കുകയാണെങ്കിൽ ഇവരുടെ പ്രശ്നം, ഇവർ ഇപ്പോഴും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. അബോധാവസ്ഥയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഹാഫ് സ്ലീപ്പിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെ പോയിട്ട് ഒരു കാലത്ത് എനിക്കെല്ലാം ശരിയാവും എന്ന രൂപത്തിൽ ഒരു ബോധമില്ലാതെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ 80%-ലധികം പോപ്പുലേഷൻ ബോധമില്ലാതെ ജീവിക്കുന്നത് കൊണ്ട് തന്നെ ദുഃഖത്തിലും പ്രശ്നത്തിലും പ്രതിസന്ധിയിലും മാത്രമല്ല, അവരെപ്പോഴും ഉറങ്ങിക്കൊണ്ടാണ് ജീവിക്കുന്നത്. തൻ്റെ ഉള്ളിൽ ഒരു മാറ്റം വരുത്താതെ താനിങ്ങനെ കഴിയുമ്പോ ഒരു സുപ്രഭാതത്തിൽ ഏതോ നിധി കിട്ടുമെന്നോ, അതല്ലെങ്കിൽ താൻ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുക അല്ലാണ്ട് വേറൊന്നും എനിക്ക് ചെയ്യാനില്ല, ഇങ്ങനെ ഉറങ്ങിക്കിടക്കുക, ഇങ്ങനെയൊക്കെ ജീവിച്ചു പോവാന്നുള്ളതാണ്. വേറെ എന്ത് ചെയ്യാനാ? ഇവന് ചെയ്യുകയാണെങ്കിൽ ഇവന്റെ മനസ്സിന് വേറെ എന്തെങ്കിലും വേണ്ടേ? അപ്പോ ഇതിന് കാരണം എന്താണ്? ഒരാൾ പറയാൻ, സാറേ ഞാൻ ഇങ്ങനെയല്ല, ഇനിയിപ്പോ എന്താ ചെയ്യാം, ഞാൻ ചാടിക്കളിക്കണം. എന്താ സാറ് പറയൂ, ഞാൻ എന്താ ചെയ്യേണ്ടത്? കോടീശ്വരനാ സാറ് പറഞ്ഞു, നിങ്ങൾക്ക് മന്ത്രത്തിലൂടെ പെട്ടെന്നൊന്നും കോടീശ്വരനാൻ പറ്റൂല. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ അവസ്ഥ ഇപ്പൊ ഇതാണ്, ഞാൻ ഇങ്ങനെ ജീവിക്കല്ലാണ്ട് പിന്നെ സാറ് പറയാൻ ചാടിക്കളിച്ചാൽ പൈസ ഉണ്ടാവും. ഇങ്ങനെ ഇവൻ പറയാൻ കാരണം ഇവന്റെ ഉള്ളിൽ വേറെ സാധനം ഇല്ലാത്തതുകൊണ്ട് ഇവൻ പറയുന്നതൊന്നും കുറ്റം പറയാൻ വയ്യ. ഈ കടബാധ്യതയിലും ദാരിദ്ര്യത്തിലും കഴിയുന്ന ആൾക്കാരെ കുറ്റം പറയാൻ ഒരു നിലക്കും വയ്യ, കാരണം ഇവരുടെ ഉള്ളിൽ ഇതില്ല. അപ്പൊ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, അടിയുറച്ച് വിശ്വസിച്ചോളൂ പ്രിയപ്പെട്ടവരെ, നെഞ്ചിൽ തട്ടിക്കൊണ്ട് വിശ്വസിച്ചോളൂ. നിങ്ങൾക്ക് ഇന്ന് പ്രകടമായി കാണുന്ന എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ? ആ അനുഭവങ്ങൾക്കെല്ലാം പിന്നിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കാത്ത ഒരു അടിവേര് നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഒരു അടിവേര് ഉള്ളിലുണ്ട്. ഈ അടിവേര്, അതായത് കാണുന്ന ലോകത്തെ നിയന്ത്രിക്കുന്നത് കാണാത്ത ലോകമാകുന്നു.
ഇപ്പൊ ഞാനിങ്ങനെ നിൽക്കുകയാണ്, നിങ്ങളിപ്പോ കാണുന്നത് എന്താണ്? എന്റെ ഇവിടുന്ന് അങ്ങോട്ടേ കാണുന്നുള്ളൂ, മനസ്സിലായില്ലേ? പക്ഷെ എന്റെ ഇവിടുന്ന് അങ്ങോട്ടേ നിങ്ങൾ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഇതല്ല എന്നെ ഈ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഈ ഭാഗത്തെ നിലനിർത്തുന്നത് എന്റെ പാദങ്ങളാണ്. അത് നിങ്ങൾ കാണുന്നില്ല. പാദങ്ങൾ പോയാൽ നിങ്ങൾ എന്നെ ഇവിടെ ഇങ്ങനെ കാണൂ. ഒരു മരത്തിൽ പഴമുണ്ടാക്കുന്നത് അതിന്റെ വേരുകളാണ്, കാണുന്ന ലോകമല്ല. ഒരു മരത്തെ നിലനിർത്തുന്നത് അതിന്റെ അടിവേരുകളാണ്, കാണാത്ത ലോകമാണ്. ഒരു പർവ്വതം എന്ന് പറഞ്ഞാൽ ഒരു പർവ്വതം ഏകദേശം എത്രയാണ് മുകളിൽ നമ്മൾ കാണുന്നത് അതിന്റെ 3 ഇരട്ടി താഴെയുണ്ട് എന്നാണ് പറയുന്നത്. കാണുന്ന ലോകത്തെ നിയന്ത്രിക്കുന്നത് കാണാത്ത ലോകമാകുന്നു. ഞാൻ കാണാത്ത ലോകത്തെ വിശ്വസിക്കില്ല, എന്നാ വൈദ്യുതിയെ വിശ്വസിക്കണ്ട. അതാരും വിശ്വസിക്കില്ല എന്ന് പറയില്ല. അത് ഉറപ്പായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു ഉദാഹരണമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് കടബാധ്യതകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണ് എങ്കിൽ അതിനർത്ഥം കാണാത്ത ലോകത്ത് ഇതേ സംഭവങ്ങൾ ചെയ്യാനുള്ള പ്രോഗ്രാമിംഗ് ആ ഉള്ളത്. അപ്പൊ കാണാത്ത ലോകത്തുള്ള ഇൻവിസിബിൾ ലോകത്തുള്ളതിന്റെ പ്രതിഫലനമാണ് ഇപ്പോൾ നമുക്ക് ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതറിയില്ല, മനസ്സിലായില്ലേ? അപ്പൊ ഇന്നത്തെ നമ്മുടെ സാഹചര്യങ്ങൾ മുഴുവനും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് കാണാത്ത ലോകമാണ്. അതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, മുകളിലുള്ളതിനെ നയിക്കുന്നത് അടിയിലുള്ളതാണ്, പുറത്തുള്ളതിനെ അങ്ങനെ നിലനിർത്തുന്നത് അകത്തുള്ളതാണ്, അകത്തുള്ളതാണ് പുറത്തുള്ളതിനെ അങ്ങനെ നിലനിർത്തുന്നത്. ഒരു ടിവിയിൽ നിങ്ങൾ ചിത്രം കാണുമ്പോൾ അതിന്റെ സ്ക്രീനല്ല ആ ചിത്രത്തെ നിലനിർത്തുന്നത്, അതിന്റെ ഉള്ളിൽ ഒരുപാട് ഘടകങ്ങൾ ചേരുമ്പോഴാണ് നമുക്കത് പ്രത്യക്ഷത്തിൽ ഇങ്ങനെ കാണാൻ പറ്റുന്നത്. നമ്മുടെ ലൈഫിൽ ഇപ്പോൾ ബാധ്യതകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണെങ്കിൽ അത് ഭാഗികമായി നമ്മൾ ഇങ്ങനെ അനുഭവിക്കുന്നുവെങ്കിൽ അതിന് കാരണം അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ഉള്ളിലാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഏറ്റവും വിലപിടിപ്പുള്ള നോളജ് എന്ന് പറയുന്നത്. മനസ്സിലായോ? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞതാണ്, നമ്മളിപ്പോ അനുഭവിക്കുന്ന ഒരു ലോകം, എല്ലാം അനുഭവിക്കുന്നു, നമ്മൾ കാണുന്നു, കേൾക്കുന്നു, അനുഭവിക്കുന്നു. ഫിസിക്കൽ കാണുന്ന പ്രത്യക്ഷമായ ലോകം. മറ്റൊരു കാര്യം, നമുക്ക് മനസ്സുണ്ട്, നമുക്കൊരു മനസ്സുണ്ട്, സംശയമൊന്നുമില്ല. മനസ്സുണ്ടെന്ന് മാത്രമല്ല, നമുക്കൊരു പ്രത്യേകതരം വൈകാരിക, നേരത്തെ ഒരാൾ പറഞ്ഞില്ലേ, എപ്പോഴും സ്ട്രെസ്, അതൊരു ലോകമാണ്. ആരെങ്കിലും കാണുന്നുണ്ടോ? അപ്പൊ ഞാൻ എൻ്റെ മനസ്സിൽ അനുഭവിക്കുന്നത് എന്താണെന്ന് ആരും കാണുന്നില്ലല്ലോ. നിങ്ങൾ എന്താ കാണുന്നത്? ചിരിക്കുന്ന എന്നെ, സന്തോഷത്തോടു കൂടി സംസാരിക്കുന്ന എന്നെ നിങ്ങൾ കാണുന്നു. അത് പ്രത്യക്ഷത്തിൽ അതൊരു ലോകം, നിങ്ങൾ കാണുന്ന ഒരു ലോകം. അപ്പൊ ഞാൻ ഇങ്ങനെ ചിരിക്കുന്നുവെങ്കിൽ, സന്തോഷത്തോടെ നിൽക്കുന്നുവെങ്കിൽ എൻ്റെ മനസ്സും സന്തോഷമായിരിക്കണം, എൻ്റെ വൈകാരികതയും സന്തോഷമായിരിക്കണം. ഞാൻ ചോദിക്കട്ടെ, ആർക്കെങ്കിലും മനസ്സും വൈകാരികതയും കടുത്ത വേദനയിൽ നിൽക്കുമ്പോൾ പൊട്ടി ചിരിക്കാൻ പറ്റുമോ ആത്മാർത്ഥമായിട്ട്? യെസ് ഓർ നോ? ഒന്ന് ടൈപ്പ് ചെയ്ത്. അഭിനയിക്കുന്നവർക്ക് പറ്റും, അതല്ല ഞാൻ പറയുന്നത്. ഒരാളുടെ മനസ്സും ഒരാളുടെ വൈകാരികതയും അതിതീഷ്ണമായ ദുഃഖത്തിനും പ്രതിസന്ധിയിലുമാണെങ്കിൽ അയാൾക്ക് പൊട്ടിച്ചിരിക്കാൻ പറ്റുമോ? ആത്മാർത്ഥമായി പറ്റില്ല. ഇനി അഥവാ വല്ല തമാശയും കേട്ടാൽ അയാൾക്കത് തമാശയായി തോന്നൂല. കാരണം കാണാത്ത ലോകത്ത് ഇങ്ങനെ ചിരിക്കുവാനുള്ള അവസ്ഥയല്ല. മനസ്സിലായില്ലേ? നമ്മള് എപ്പോഴും നമ്മളെ കാണുമ്പോൾ ഷെയ്ക്കാൻ നൽകുന്ന ഒരു പയ്യൻ, അല്ലെങ്കിൽ ചിരിക്കുന്ന സന്തോഷിക്കുന്ന ഒരു പയ്യൻ, ഒരു ദിവസം നമ്മൾ കാണുമ്പോൾ അയാൾക്ക് വലിയൊരു മിണ്ടാട്ടില്ല. അതിനർത്ഥം എന്താണ്? അതിനർത്ഥം അയാളുടെ കാണാത്ത ലോകത്ത് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. അതിന്റെ പ്രതിഫലമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതന്നെ അതിന്റെ അർത്ഥം. എത്ര ഗൗരവമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എത്ര ഗൗരവമാണ്. ഈ സത്യം അറിയാതെ, ഈ ഒരു തിരിച്ചറിവില്ലാതെ ഒരു തരം ബോധക്കേടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു മനുഷ്യർ. എന്നിട്ട് ഇങ്ങനെ വഴിപഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ എന്താ പറയാ, കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവൻ അങ്ങനെ ആയതുകൊണ്ടാണ്, ഇവൻ ഇങ്ങനെ. അതൊക്കെ തെറ്റാണ്. അതൊക്കെ നമ്മുടെ അറിവില്ലായ്മയുടെ ഒരു ഫലമാണെന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്ക് ഇന്ന് കടബാധ്യത ഉണ്ടെങ്കിൽ അത് കാണാത്ത ലോകത്തുള്ള അതിന്റെ പ്രതിഫലനം മാത്രം നമ്മൾ ഇന്ന് അനുഭവിക്കുന്നു എന്നേ ഉള്ളൂ. നമ്മൾ ഒരിക്കലും ഈ കടബാധ്യതയോ മറ്റോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ
ഒരു 10 കോടി കടമുണ്ടായി, നാട്ടുകാരെല്ലാം ചേർന്ന് ആ കടം വീട്ടിയാൽ വിത്തിൻ 6 months or 1 year അയാൾക്ക് വീണ്ടും കോടികൾ കടത്തിലൂടെ അയാൾ പോകും. മനസ്സിലായില്ലേ? അപ്പോ ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരൊറ്റ കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നമ്മുടെ കാര്യങ്ങളൊക്കെ മനോഹരമായി പോകുന്നുവെങ്കിൽ, സ്മൂത്ത് ആയിട്ട് പോകുന്നുവെങ്കിൽ ഉറപ്പിച്ചോളൂ, അതിനർത്ഥം നമ്മുടെ അകത്തും അങ്ങനെ തന്നെയാണ് എന്നതാണ്. അതുകൊണ്ട് ഒരൊറ്റ കാര്യം ചോദിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. നിങ്ങൾ ഒന്ന് മറുപടി പറയണം. നിങ്ങളിൽ ഈ അകത്തെ ലോകത്തെ മാറ്റം വരുത്തുവാൻ നിങ്ങൾ ഹാപ്പി പാർക്കിനെ അനുവദിക്കുവാൻ തയ്യാറാണോ? ഒന്ന് ടൈപ്പ് ചെയ്ത്. കാണാത്ത ലോകത്ത് മാറ്റം വരുത്തുവാൻ, കാണാത്ത ലോകത്ത് മാറ്റം കൊണ്ടുവരുവാൻ ഹാപ്പി പാർക്കിന് നിങ്ങൾ അനുവദിക്കുമോ ഇല്ലയോ? എത്ര ആൾക്കാർ ടൈപ്പ് ചെയ്യുന്നുണ്ട്? ഇത് നമ്മൾ പറയുന്നത് എന്തിനാണ് ചോദിക്കുകയാണെങ്കിൽ, വെറുതെ തമാശക്ക് വേണ്ടി പറയുന്ന, രസത്തിന് വേണ്ടി പറയുന്ന, ഇതിന്റെ പിന്നിൽ സാർ എന്തെല്ലാമോ ഗൂഢലക്ഷ്യം വെച്ചിട്ടുണ്ട് എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ ഒരു ലക്ഷ്യം ഉണ്ടാവും. അതൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതിനർത്ഥം അവരുടെ മാനസികാവസ്ഥ എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലുള്ള ഈ ഒരു പോവർട്ടിയുടെ മാനസികാവസ്ഥയാണ്. എന്ത് കേട്ടാലും അവരുടെ ഉള്ളിൽ ഇതേ പറയൂ. ഇതൊക്കെ അദ്ദേഹം അങ്ങനെ പറയും, അദ്ദേഹം ഏതെങ്കിലും ഒരു കാര്യം അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാവും എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ പറയുന്നത് അവരുടെ ദാരിദ്ര്യം നിലനിർത്തുവാനുള്ള ആ ഒരു കാരണങ്ങൾ അവരുടെ മനസ്സ് ഓട്ടോമാറ്റിക്കലി ആ ഫയലുകൾ ഓണാക്കുകയാണ്. മനസ്സിലായി? ഇതൊന്നും കേൾക്കാൻ പോകണ്ട, ഇതൊന്നും കാണാൻ പോകണ്ട, ഇതൊന്നും വലിയ കാര്യമില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ആ ദാരിദ്ര്യം നിലനിർത്തുവാനുള്ള മാനസികാവസ്ഥ അത് ഓട്ടോമാറ്റിക്കലി ആ ഫയലുകൾ ഓപ്പൺ ആക്കിയിട്ട് നിങ്ങളെ പിന്നോട്ട് വലിക്കുകയാണെന്ന് തിരിച്ചറിയും. അപ്പോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അപ്പോ നിങ്ങളത് അനുവദിക്കുന്നുവെങ്കിൽ ഞാൻ 1-2 കാര്യങ്ങൾ കൂടി പറയുന്നു. എല്ലാ ദിവസവും ഹാപ്പി പാർക്കിന്റെ റിച്ച് വൈബ് ക്ലബിൽ പങ്കെടുക്കുക. എല്ലാ ദിവസവും പങ്കെടുക്കുക രാവിലെ. എന്താ റിച്ച് വൈബിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്? റിച്ച് വൈബിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് എല്ലാ ദിവസവും റിച്ച്നെസ്സുമായി ബന്ധപ്പെട്ട, സമൃദ്ധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കാണുന്നു. അതൊരു അനുഭവമാണ്. നമ്മൾ കുറെ ദിവസം ഒരു കാര്യം ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും മറക്കാൻ പറ്റൂല. അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് പോകും. അപ്പൊ സമൃദ്ധിയുടെ ഒരു വീഡിയോ എല്ലാ ദിവസവും നമ്മൾ കാണിക്കുന്നു. സമൃദ്ധിയുടെ ചില എന്താ പറയുക, ശക്തമായ സന്ദേശങ്ങൾ എല്ലാ ദിവസവും നമ്മൾ മനസ്സിന്റെ ഉള്ളിലോട്ട് സന്നിവേശിപ്പിക്കുന്നു. അതേപോലെ തന്നെ എക്സസൈസ് ചെയ്യിക്കുന്നു, ശരീരത്തിന് എക്സസൈസ് ചെയ്യിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ തന്നെ ചെയ്താൽ ഒരു മനുഷ്യന് അതിശക്തമായ മാറ്റം ഉണ്ടാവില്ലേ പ്രിയപ്പെട്ടവരെ? യെസ്? ഉറപ്പായിട്ടുണ്ടാവും. പിന്നെ മറ്റൊരു കാര്യം കൂടി നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളോട് പറയുന്നത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ്, താല്പര്യം കൊണ്ടാണ്, അതല്ലാണ്ട് മറ്റൊരു ഉദ്ദേശം കൊണ്ടല്ല. നേരത്തെ പറഞ്ഞ പോലെ ഈ 10 ദിവസത്തെ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 10 ദിവസത്തെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അത് പണക്കാരായിട്ടുള്ള ആൾക്കാരുടെ മനസ്സിൽ ഉള്ളതും പാവപ്പെട്ടവർക്ക് ഒരിക്കലും മനസ്സിലാവാത്തതും, പാവപ്പെട്ടവർ ഒരിക്കലും അതിലൂടെ കടന്നു പോവാത്തതും, അവർക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്തതും, എന്നാൽ പണക്കാരെപ്പോഴും നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്. ആ മാനസികാവസ്ഥ എന്താണ് എന്ന് നിങ്ങളെ പഠിപ്പിച്ചു തരിക മാത്രമല്ല, ആ മാനസികാവസ്ഥ നിങ്ങളിൽ ഇൻസേർട്ട് ചെയ്യുവാനുള്ള ചില പ്രവർത്തികളിലൂടെയും നിങ്ങളെ കടത്തിക്കൊണ്ടുപോയി നേരത്തെ പറഞ്ഞ പോലെ അത് ഹാങ്കർ ചെയ്യിച്ച് ഓട്ടോമാറ്റിക്കലി പണത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് അങ്ങ് മാറ്റുക. ഇതാണ് ആ 10 ദിവസത്തെ പ്രോഗ്രാം. അപ്പൊ നിങ്ങൾ വിചാരിക്കും, സാറേ ഈ പ്രോഗ്രാം പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ തടിച്ചുകൂടിയ ഈ ആൾക്കാരോട് ഇത്രയും സമൃദ്ധമായി ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ അതിൽ പങ്കെടുത്ത ആൾക്കാരൊന്ന് പറഞ്ഞ്, ഞാൻ ഇവരോട് ചെയ്യുന്നത് നീതിയാണോ അനീതിയാണോ? ഇതിൽ ആ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഒരാൾ ഒന്ന് പറഞ്ഞ്, ഞാൻ ഇത്രയും തടിച്ചുകൂടിയ, നിങ്ങൾക്കൊക്കെ സാമ്പത്തികമായിട്ട് ഉയരണമെന്ന് താല്പര്യമുണ്ടെന്ന് ഉറപ്പാണ്. ഈ തടിച്ചുകൂടിയ ആൾക്കാരോട് ഈ 10 ദിവസത്തെ പ്രോഗ്രാമിനെ കുറിച്ച് ഞാൻ പറയാണ്ടിരിക്കുന്നത് അത് നീതിയാണോ അനീതിയാണോ? ഒന്ന് പറഞ്ഞേ, ഉച്ചത്തിൽ സംസാരിച്ച്, മൈക്കോളൊക്കെ സംസാരിച്ച്. അനീതിയാണ് സാറേ. കാരണം പ്രൗഢമാണ്, അത് പറയണം. അപ്പൊ നിങ്ങൾ അത് പറയണമെന്ന് പറയാൻ നിങ്ങളിൽ മാറുവാൻ നിങ്ങൾ അനുവദിക്കണം. അപ്പൊ നിങ്ങൾക്ക് മാറും എന്ന് ഞാൻ നിങ്ങളോട് പറയുമ്പോ
തീർച്ചയായിട്ടും നിങ്ങൾ അത് അംഗീകരിച്ചേ പറ്റൂ. അത് അംഗീകരിക്കാൻ റെഡി അല്ല എങ്കിൽ അതിന്റെ അർത്ഥം ഇതാണ്, ഉള്ളിലുണ്ട് ഇത് ദാരിദ്ര്യം നിലനിൽക്കുവാനുള്ള പ്രോഗ്രാമിംഗ് ഉണ്ട്, ഇതൊന്നും കേൾക്കേണ്ടതേ, ഓട്ടോമാറ്റിക്കലി അത് മാറിപ്പോകും. അപ്പോ ഒരു കാര്യം ചെയ്യാം, നമ്മൾ ആ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങൾ ആവശ്യപ്പെട്ടത് കൊണ്ട് പിന്നെ ഹാപ്പി പാർക്കിന്റെ ഒരു മിഷന്റെ ഭാഗമായിട്ട് നമ്മൾ അങ്ങനെ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അതിന് നിങ്ങൾക്ക് വലിയൊരു ബാധ്യതയൊന്നും വരുന്നില്ല. നമ്മൾ എന്തുകൊണ്ടാ ഇതൊക്കെ സത്യത്തിൽ ഞാൻ ചോദിക്കട്ടെ, ഒരൊറ്റ കാര്യം കൂടി ചോദിക്കട്ടെ. ആ കോഴ്സ് നമ്മൾ കേവലം 2000 രൂപയായിരുന്നു ഫീസ് നൽകിയിട്ടുണ്ടായിരുന്നു, 1999 രൂപ. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരാൾക്ക് പറയാൻ പറ്റുമോ ഞാൻ ആ കോഴ്സ് നൽകിയ ഫീസ്, നിങ്ങൾ ആ കോഴ്സ് നൽകിയ ഫീസും നിങ്ങൾക്ക് കിട്ടിയ അനുഭവം തമ്മിൽ തട്ടിച്ചു നോക്കുമ്പോൾ എത്ര രൂപയുടെ കോഴ്സ് ആയിരിക്കും അത് ഒന്നുകൂടി പറഞ്ഞതിൽ പങ്കെടുത്ത ആൾക്ക് ഒന്നുകൂടി സംസാരിച്ചോളൂ. ആർക്കെങ്കിലും തെറി പറയെങ്കിലും പറഞ്ഞോളൂ, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. മനസ്സിലായില്ല? സംസാരിച്ചോളൂ. അതായത് നിങ്ങൾ മുടക്കിയ ഫീസാണോ നിങ്ങൾക്ക് കിട്ടിയ ഗുണമാണോ, അത് തട്ടിച്ചു നോക്കുമ്പോൾ ഏതാണ് നിങ്ങൾക്ക് മെച്ചമായത്? ഒന്ന് പറഞ്ഞേ. സാറേ ഞാൻ പറഞ്ഞോട്ടെ? ആ പറഞ്ഞോളൂ. ഗുണമാണ് സാർ, ഗുണമാണ്. ഹലോ. ആ പറഞ്ഞോളൂ സാർ. സാറേ ഇത് 2000 രൂപയ്ക്കല്ല, ഇതൊരു 10,000 രൂപയുടെ പ്രോഗ്രാം ഉണ്ട്. ശരിക്കും പറഞ്ഞത് ഇത് അനുഭവത്തിൽ നിന്നാണ് പറഞ്ഞ. അത് എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പലരും പല കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ സാറ് വളരെ നിസ്വാർത്ഥമായിട്ടാണ് പറഞ്ഞു തരുന്നത്. അതിനകത്ത് ഒരു സ്വാർത്ഥതയില്ല. അപ്പൊ എൻ്റെ ഒരു അനുഭവത്തിൽ ഇതിനകത്ത് വന്ന എല്ലാ ആളുകളും ചേരുന്നതാണ് ഏറ്റവും നല്ലത്. അത് അവർക്ക് ജീവിതത്തിൽ മനസ്സിലായിക്കോളും. നമുക്കാരും ഇങ്ങനെ ഒരു ഫ്രീ ആയിട്ടൊരു ക്ലാസ് ഇങ്ങനെയൊന്നും ആരും അറേഞ്ച് ചെയ്യാറില്ല, 1 മണിക്കൂറൊക്കെ ഇങ്ങനെ ചെലവഴിക്കുക. അപ്പൊ സാറിന് ഈ ഇത്ര നിസ്വാർത്ഥമായിട്ട് ഇങ്ങനെ എടുക്കുന്നതിന് എല്ലാവിധ ഞാനിതൊരു ഗുരുദക്ഷിണയായിട്ട് പറഞ്ഞതാണ്. നമുക്ക് ഇപ്പൊ ഒരു മത പുരോഹിതന്റെ അല്ലെങ്കിൽ ആരുടെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അവര് പറയുന്ന ആ കാര്യങ്ങൾ പോലെ അല്ല ഇത്. ഇത് സത്യ ലോകത്തോട് വിളിച്ചു പറയുന്നത്. ഏറ്റവും നല്ലതാണത്. സത്യം മാത്രമേ ഇതിനകത്ത് പറയുന്നുള്ളൂ. അപ്പൊ നമ്മൾ 1 മണിക്കൂർ ക്ലാസ്സിൽ എന്നേക്കാളും നമുക്കൊരു 15 മിനിറ്റ് ഏറ്റവും നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ തന്നെ പറയുന്നത്. നമ്മളെ മൊത്തം മാറ്റി മറിക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ ഒരു അനുഭവമായിട്ട് ഞാൻ ഈ പറഞ്ഞത്. താങ്ക് യു സാർ. വളരെ വളരെ സന്തോഷം. അത് നിങ്ങൾ പറഞ്ഞതുപോലെ കറക്റ്റ്. സാറിന്റെ ഈ ക്ലാസ് 10 ഡേയ്സ് ക്ലാസ് വാല്യുബിൾ ആയിട്ടുള്ള ക്ലാസ് തന്നെയാണ്. തീർച്ചയായിട്ടും അത് അംഗീകരിക്കാൻ പറ്റുന്നത് തന്നെയാണ്. സാർ ഒരു കാര്യം പറഞ്ഞോട്ടെ സാർ. സാർ മുമ്പേ ഒരു കാര്യം പറഞ്ഞായിരുന്നു, നമ്മുടെ 7 വയസ്സിന് അകമുള്ള നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിയുന്നത്. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു 7 വയസ്സിനകം അറിഞ്ഞതെന്ന് വെച്ചാൽ വളരെ വളരെ ദാരിദ്ര്യപ്പെട്ട ഒരു സാമ്പത്തിക സ്ഥിതിയാണ്. അപ്പൊ നമ്മൾക്ക് ഭക്ഷണത്തിന്റെ കാര്യത്തിലാണെങ്കിലും വസ്ത്രത്തിന്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് എടുക്കാനുള്ള പൈസയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ നമുക്ക് സാമ്പത്തികമായിട്ട് ഇല്ലാത്തൊരു കാലത്തിൽ കൂടെ വന്നുകൊണ്ട് ഈ പണം എന്ന് പറയുന്നത് അത്രയ്ക്ക് നമുക്ക് ബുദ്ധിമുട്ടാണ് അത് നേടിയെടുക്കാൻ എന്നുള്ളൊരു മനസ്സുകൊണ്ടാണ് ഇത്രയും വർഷങ്ങൾ ജീവിച്ചതാണ്. സത്യം പറഞ്ഞാല് സാറിന്റെ ആ 10 ദിവസത്തെ ക്ലാസ് ആണ് എന്നെ ശരിക്കും പറഞ്ഞ് ഞെട്ടിച്ചു കളഞ്ഞു. നമ്മുടെ ചിന്താഗതി ഇങ്ങനെയായി പോയത് എന്തുകൊണ്ടായിരുന്നു? നമ്മുടെ ചുറ്റോട് ഒരു വാക്ക് പോലും അതല്ല ശരി, ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു തരാൻ ഒരാളില്ലാതെ പോയി. നമ്മൾ പഠിക്കുന്ന സ്കൂളിലില്ല, നമ്മൾ പഠിക്കുന്ന ചുറ്റുപാടിലില്ല. നമ്മൾ പണക്കാരെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറുന്നത്. കാരണം വെച്ചാൽ അവരോട് അടുക്കാൻ കൊള്ളൂല എന്നുള്ള രീതിയാണ്. കാരണം അവരോട് അടുത്താൽ നമുക്ക് അതിനനുസരിച്ച് പോകാനുള്ള വഴിയില്ലാത്തതുകൊണ്ട് നമ്മൾ പോകൂല. അപ്പോ അവരോടും നമ്മൾക്ക് മിണ്ടാനോ അല്ലെങ്കിൽ അതിനുള്ള ഒരു ഇതില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഞാൻ ഇത്രയും നാളെ ജീവിച്ചത്. പക്ഷെ വളരെ വളരെ സന്തോഷമായിപ്പോയി. ഞാൻ ആ 10 ദിവസത്തെ ക്ലാസ് കൂടി അതെനിക്ക് കൂടാൻ പറ്റില്ലായിരുന്നെങ്കിൽ വളരെ നഷ്ടമായി പോയത് സാറേ. അതുപോലെ അനേകർക്കുണ്ടാവട്ടെ. കാരണം നമ്മുടെ ചിന്താഗതി മാറ്റിമറിക്കുന്ന ഒരു ക്ലാസ് ആയിരുന്നു ഉറപ്പായിട്ടും. എന്താ വെച്ചാൽ നമ്മൾ പണം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ പണത്തെ സ്നേഹിക്കണം എന്നുള്ളൊരു വലിയ സന്ദേശം സാറ് ഞങ്ങൾക്ക് തന്നു. അത് വളരെ ഉപകാരപ്പെട്ടു എല്ലാവർക്കും. താങ്ക്സ് സാറ്, വളരെ നന്ദി. വളരെ സന്തോഷം. ഒരു കാര്യം ചെയ്യാം, ആ ഒരു കോഴ്സ് നമുക്ക് ഒരിക്കൽ കൂടി വെക്കാം. നമ്മൾ ഈ മാസം വെക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഒത്തിരി ആൾക്കാർ ഇതിൽ ലഭിക്കട്ടെ. എത്ര ആളുകൾക്ക് താല്പര്യമുണ്ട്? പുതിയതായി വന്ന് എത്ര ആൾക്കാർക്ക് താല്പര്യമുണ്ട്? ഒന്ന് ടൈപ്പ് ചെയ്ത് ഈ ഒരു കോഴ്സിൽ പങ്കെടുക്കാൻ എത്ര ആൾക്കാർക്ക് താല്പര്യമുണ്ട്? പ്ലീസ് ടൈപ്പ്. ധനപരമായ ഫയൽ നിങ്ങളുടെ ഉള്ളിലോട്ട് സന്നിവേശിപ്പിക്കാൻ എത്ര ആൾക്ക് താല്പര്യമുണ്ട്? ഓക്കെ, പുതിയതായിട്ടുള്ള ആൾക്കാരാണ് ചോദ്യം, പഴയ ആൾക്കാരില്ല. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇന്ന് തന്നെ നിങ്ങൾ ഇവർ പറഞ്ഞ പോലെ നമ്മുടെ ഒരു മിഷന്റെ ഭാഗമാണ്. നമ്മൾ ഒരിക്കലും ഈ
ലൈഫിൽ നമുക്ക് നമ്മുടെ കൈവശം ഉള്ളത് നമ്മൾ നിസ്വാർത്ഥമായി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പൊ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കണം. അപ്പൊ ഇതിനൊരു ഒരു എനർജി എക്സ്ചേഞ്ചസ് ആവശ്യമാണ്. ഞാൻ ചിന്തിച്ചിരുന്നത് ഇതൊരു ഫ്രീ ആയിട്ട് കൊടുത്താലെന്നാ. ഞാൻ ചോദിക്കട്ടെ, ആ ഒരു പ്രോഗ്രാം നമ്മൾ ഫ്രീ ആയിട്ട് കൊടുത്തിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? കാരണം അത്രയും ഡിസിപ്ലിൻ ആയിട്ട് ഒരു ഗ്രൂപ്പൊക്കെ സംവിധാനിച്ച്, അനീസാറെ, ആ കോഴ്സ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുത്തിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? ഒരു ഡിസിപ്ലിൻ ആവോ? ഫലം കിട്ടുവോ? സ്വർണോ? ഒരിക്കലും ഉണ്ടാവും. അതുപോലെ തന്നെ സാറിന്റെ ഒരു ട്രെയിനിങ്ങില് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, സാറേ, നിങ്ങൾ ഈ മൈക്ക് സംസാരിക്കുമ്പോ ഈ ഹെഡ്ഫോൺ ഒഴിവാക്കൂ സാർ, ഒന്നും കേൾക്കുന്നില്ല. സാധാരണ നമ്മൾ ട്രെയിനിങ്ങിന് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഒടുവില് ഒരു ട്രാപ്പിലേക്ക് കൊണ്ടുവരുന്ന ഒരു രീതിയാണ് പല ട്രെയിനർമാർക്കും കാണുന്നത്. അതിന് വളരെ വ്യത്യസ്തമായിട്ടാണ് സാർ ചെയ്യുന്നത്. കാരണം നമ്മളെ ഓരോ തലത്തിലേക്ക് എത്തിക്കുക, അതിൽ നിന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മളെ ഉയർത്തി കൊണ്ടുവരിക. അല്ലാതെ ഒരു തരത്തിലും നിർബന്ധിച്ച് നിങ്ങൾ ആ ഒരു കോഴ്സിലേക്ക് എത്തിക്കുന്ന ഡെഡിക്കേഷൻ, 100% ഡെഡിക്കേഷൻ. നമുക്ക് ഡെഡിക്കേഷൻ ഉള്ള ഒരു വ്യക്തിക്ക് ശരിക്കും തിരിച്ചറിയാൻ പറ്റും. സാറിന് ആ ഫോൺ ഒന്ന് ഒഴിവാക്കൂ സാറേ, ഹെഡ്ഫോൺ ഒഴിവാക്കൂ. ഒഴിവായിട്ടില്ല, അത് ഫോൺ ഒഴിവാക്കും. ക്ലിയർ ആയോ? ഇപ്പോഴാണ് ക്ലിയർ ആയത്. ഇത് ഇയർബഡ്സിന്റെ ചെറിയ പ്രോബ്ലം ആണ്. ഓക്കെ ഓക്കെ. ഒരു സാധാരണ ഒരു ട്രെയിനർ സാധാരണ ഇത്തരത്തിലുള്ള ഒരു ഫ്രീ പ്രോഗ്രാം വെച്ച് കഴിഞ്ഞാൽ അവരുടെ പിറകിൽ ഒരു ലക്ഷ്യം ഉണ്ടാവും. സാറ് പറഞ്ഞ പോലെ ഞാൻ പല പ്രോഗ്രാമിലും ട്രെയിനിങ്ങിന് പങ്കെടുത്തപ്പോ അവര് ഒരു 8:30 to 9:30 വരെയാണ് ഫ്രീ ആയിട്ടുള്ള ട്രെയിനിങ് എങ്കിൽ പിന്നീട് ആൾക്കാരെ അതിൻ്റെ അകത്ത് കൊണ്ടുവരാൻ വേണ്ടി 11:45 വരെയൊക്കെ ഇരുത്തിയിട്ട് നിർബന്ധിച്ചിട്ട് ട്രെയിനിങ് ഫീസ് അടപ്പിച്ച ഒരുപാട് ട്രെയിനർമാർ ഒക്കെ ഉണ്ട്. സാർ അങ്ങനെയല്ല ചെയ്യുന്നത്. സാർക്ക് 100% ഡെഡിക്കേഷന് കൂടിയാണ് ചെയ്യുന്നത്. ഓരോരുത്തരെയും ഓരോ ലെവലിലുള്ള ആൾക്കാരെയും അടുത്ത ലെവലിൽ കൊണ്ടുവന്ന് നമ്മളെ പാകപ്പെടുത്തിയിട്ടാണ് സാറിന്റെ ഒരു രീതി. 100% ഡെഡിക്കേഷൻ. അതെനിക്ക് വേറൊരാൾക്കൊന്നും കാണാൻ പറ്റിയിട്ടില്ല. ഓക്കെ, വളരെ വളരെ സന്തോഷം. തീർച്ചയായിട്ടും നമ്മുടെ ലക്ഷ്യം അത് തന്നെയാണ്. അല്ലാണ്ട് നമുക്കൊക്കെ അറിയാം, നമുക്കൊക്കെ ആവശ്യമുള്ളത് ഉറങ്ങാൻ ഇച്ചിരി സ്ഥലവും കഴിക്കാൻ ഇച്ചിരി ഫുഡും ഉടുക്കാൻ ഇച്ചിരി ഡ്രസ്സും, അതിലപ്പുറം ഒന്നും നമുക്ക് ആവശ്യമില്ല. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് എത്ര പൈസ ഉണ്ടായാലും ഉച്ചക്ക് എന്നും കഴിക്കുന്ന ഫുഡേ കഴിക്കാൻ പറ്റൂ. എത്ര പൈസ ഉണ്ടെങ്കിലും ഉറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഏത് വീട്ടിലാണ് ഉറങ്ങിയെന്ന് പോലും നിങ്ങൾ അറിയില്ല. എത്ര പണം ഉണ്ടായാലും നമ്മൾ ധരിക്കുന്ന ഒരു ഡ്രസ്സ് മാത്രമേ ധരിക്കാൻ പറ്റൂ. അപ്പൊ ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ടത് സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. 100% നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. 100%. അത് യാതൊരു മാറ്റമില്ല. 100% നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സന്തോഷം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം സാറേ, ആ കോഴ്സ് നമുക്ക് അടുത്ത ആഴ്ച ചെയ്യാം. നാളെ വേണമെങ്കിൽ ഒരു കുഞ്ഞു സെഷൻ അതുമായി ബന്ധപ്പെട്ട് ചെയ്യാം, 3-ാമത്തെ ദിവസം. അപ്പോ നിങ്ങൾക്ക് ബോധ്യപ്പെടും എന്താണ് പണക്കാരനും എന്താണ് പാവപ്പെട്ടെന്നുള്ള വ്യത്യാസം. അതുകൊണ്ട് സാറേ അതിന്റെ ലിങ്ക് ഒന്ന് ഗ്രൂപ്പിൽ അയച്ചു കൊടുക്കുക. പരമാവധി ആൾക്കാർ അതിൽ ജോയിൻ ചെയ്യട്ടെ. കാരണം ഒരുപാട് ആൾക്കാർക്ക് ഈ വെളിച്ചം കിട്ടാത്തതുണ്ട്. ഇതിലൊന്നും പങ്കെടുക്കാൻ നിങ്ങൾക്ക് തോന്നുന്നില്ല എങ്കിൽ അതിനർത്ഥം ദാരിദ്ര്യത്തിൽ നിലനിൽക്കുവാനുള്ള ഒരു പ്രോഗ്രാമിംഗ് ആണ് നിങ്ങൾക്കുള്ളതെന്ന് തിരിച്ചറിഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ നേരത്തെ സാറ് പറഞ്ഞ പോലെ ഇറ്റ് ഈസ് നോട്ട് എനി കമ്പൽസറി. ഇത് ഞാൻ പറയാണ്ടിരുന്നാൽ അത് ഞാൻ നിങ്ങളോട് ചെയ്യുന്ന ഒരു ക്രൂരതയാണ്. ഞാൻ എൻ്റെ ഡ്യൂട്ടി ഞാൻ നിർവഹിച്ചു എന്നേ ഉള്ളൂ. സോ യു ക്യാൻ ടേക്ക് യുവർ ഓൺ ഡിസിഷൻ എന്നുകൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സാറേ സംസാരിക്കാനുണ്ടോ? മുഹമ്മദ് സാർ സംസാരിക്കുന്നുണ്ടോ? കേൾക്കുന്നില്ല. എനിക്കൊരു കാര്യം 10 ദിവസത്തെ കോഴ്സ് പൂർണ്ണമായിട്ടും അറ്റൻഡ് ചെയ്ത വ്യക്തിയാണ് ഞാൻ. ട്രഷർ ചെയ്യുന്ന ആളാണ്. ഈ 10 ദിവസത്തെ കോഴ്സ് എന്ന് പറയുന്നത് ഒരു വർഷമോ അതിനപ്പുറമോ നമ്മൾ പഠിച്ചു തീർക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ അതിന് നമ്മുടെ മനസ്സ് എത്രത്തോളം നമ്മൾ നമ്മൾ എത്രത്തോളം ആഗ്രഹിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അത് നമ്മളിൽ എഫക്ട് ചെയ്യാമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കൊരുപാട് എഫക്ട് ചെയ്തു. അത് തന്നെയാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നതും നേരം 4 മണിക്ക് എഴുന്നേൽക്കുന്നതും എൻ്റെ ജോലിക്ക് പുറപ്പെടാൻ കറക്റ്റായിട്ട് പോകുന്നതും എല്ലാം ഇത്തരം ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നിസ്വാർത്ഥമായി സാർ തരുന്നത് കൊണ്ടാണ്. സാറിന് എല്ലാ നന്മകളും ഉണ്ടാകട്ടെ, ആരോഗ്യപൂർണമായ ദീർഘായുസ് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ, എല്ലാവർക്കും വിജയമുണ്ടാവട്ടെ. ഓക്കെ, നന്ദി.
ഓക്കെ, ഗുഡ് മോർണിംഗ് സാർ. പറഞ്ഞോളൂ please. ഗുഡ് മോർണിംഗ് സാർ. അപ്പോൾ ഞാനൊരു ബിഗിനേഴ്സ് ആണ്, പുതിയൊരാളാണ്. അപ്പോൾ ഏത് കോഴ്സ് ചെയ്യുന്നതാണ് നല്ലത്? എനിക്കിത് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. നിങ്ങൾ ഏത് കോഴ്സാന്നല്ല നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത്. അടുത്ത 11-ാം തീയതി നമ്മൾ ഉദ്ദേശിക്കുന്നത് 11-ാം തീയതി ചെയ്യാൻ പോകുന്നത് ഈ മണി മൈൻഡ് സെറ്റ് ആണ്. ഇതാണ് ഈ 10 ദിവസത്തെ കോഴ്സാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതന്നെ ചെയ്തോളൂ, വേറെ ഒന്നും ചെയ്യണ്ട. അത് ഓഫ്ലൈൻ ആണോ സാർ, ഓൺലൈൻ ആണോ? ഓൺലൈൻ നിങ്ങൾക്ക് ലോകത്തിന്റെ ഏത് ഭാഗത്തും ഇത് കേൾക്കാൻ പറ്റും. ഏത് സമയം എപ്പോഴായിരിക്കും? അത് രാവിലെ ഈ സമയം തന്നെ ഉണ്ടാവുള്ളൂ ക്ലാസ്. ഈ ഒരു ടൈമാണ് ക്ലാസ് ഉണ്ടാവും. റെക്കോർഡിംഗ് ഉണ്ടാവും. ഓക്കെ ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു സാർ. എനിക്കൊരു ഫ്രണ്ട് അയച്ചു തന്ന ലിങ്ക് വഴിയാണ് 2 ദിവസമായിട്ട് ഞാൻ ഇതിൽ കയറുന്നത്. അപ്പൊ എനിക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് കിട്ടാൻ എങ്ങനെയാ സാർ? എന്നെ ഗ്രൂപ്പിൽ ഒന്ന് ആഡ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും. അപ്പൊ ഒരു കാര്യം ചെയ്തോളൂ, നിങ്ങൾ ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ. 9567 800 617. സാർ ഇതിൽ എഴുതിയിട്ടുണ്ട് ഈ നമ്പർ. ഹലോ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ സാറേ, കേക്കാവോ? കേൾക്കാം. 6 മണിക്കൊക്കെ വെച്ചാലേ ഞങ്ങൾക്കൊക്കെ നന്നായിട്ട് കേൾക്കാൻ പറ്റത്തുള്ളൂ. 7 മണിയൊക്കെ ആകുമ്പോഴേ പോകാനൊക്കെ ഒരു സമയവും തിരക്കുവാകുമ്പോ കോൺസെൻട്രേഷൻ ശരിക്ക് കിട്ടത്തില്ല സാറേ. ഒരു 6 മണി 6 മണിക്ക് ഈ 10 ദിവസത്തെ ക്ലാസ് 6 മണിക്ക് വെക്കുമ്പോൾ വേറെ റിച്ച് വൈബ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് നമുക്ക് 6 മണിക്ക്. അപ്പോ അങ്ങനെ നിങ്ങളൊരു ഡോണ്ട് വാണ്ട് ബി എനി ടൈപ്പ് ഓഫ് ടെൻഷൻ, നിങ്ങൾ അതിൽ പങ്കെടുക്കൂ. അതിനുശേഷം ഇതിന്റെ റെക്കോർഡിംഗ് കേട്ടാൽ മതി. ഈ ക്ലാസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും. അതായത് ഈ ക്ലാസ് 8 മണിക്ക് കഴിഞ്ഞ ഉടനെ തന്നെ 8:05 ആകുമ്പോഴേക്കും അതിന്റെ റെക്കോർഡിംഗ് കിട്ടും. സാർ ഒന്നുകൂടെ പറയാമോ ആ നമ്പർ? 95 67 800 617. 95 67 800 617. 95 67 800 617. 617. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, വെരി താങ്ക്സ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നിങ്ങള് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്തിട്ട് അതൊന്ന് ചെയ്യണമല്ല. ഇത് എൻ്റെ ഒരു ആഗ്രഹമാണ്. 800 617. അത് ആഗ്രഹം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇത് എന്തല്ല, നമുക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ മാറണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. കാരണം ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ ദാരിദ്ര്യത്തിന്റെ ഫയൽ ഓപ്പൺ ആയി. അങ്ങനെ ഓപ്പൺ ആകുന്ന ആൾക്കാരാണ് ഇതൊന്നും ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും തീരുമാനം എടുക്കാത്ത ആൾക്കാർ. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ വിഷയത്തെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാവില്ല. അപ്പൊ അവര് അതിൽ തന്നെ ജീവിക്കും, അതിൽ തന്നെ അങ്ങ് മരിച്ചു പോയി ചെയ്യും. അതാ അതിൻ്റെ ഒരു. ഹലോ കരീം സാറേ, നമസ്കാരം. പറയൂ സാർ. ഫിർദൗസ് സാർ. കരീം സാറേ, ഞാൻ കുറെ കാലമായിട്ട് സാറിന്റെ ക്ലാസ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. EFTയിൽ കോഴിക്കോട് പങ്കെടുത്തു. ഞാൻ ഫേസ്ബുക്കിലായിരുന്നു സാറിന്റെ അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടാണ് ഇതിലേക്ക് വന്നത്. അപ്പോൾ എൻ്റെ മാനസികാവസ്ഥയും എൻ്റെ ഡിപ്രഷനും, എനിക്ക് ജീവിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ. ആത്മഹത്യക്ക് വരെ 3 പ്രാവശ്യം ശ്രമിച്ച ആളാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് സാറിന്റെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ കഴിയുന്നതും EFTയിൽ കോഴിക്കോട് വെച്ച് പങ്കെടുക്കുന്നു. ആ EFTയിൽ പങ്കെടുത്ത് അന്ന് തന്നെ ഞാൻ ഡിപ്രഷന്റെ ഗുളിക കുടിക്കുന്ന ഒരാളായിരുന്നു. അന്ന് തന്നെ ആ ഗുളിക നിർത്തുകയും എനിക്ക് പേടി, ചിന്ത, നാളെ എന്താകും എന്നുള്ള ഒരു ചിന്തകളൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതെല്ലാം പെട്ടെന്ന് തന്നെ സഡൻലി ഞാൻ എൻ്റെ റിസൾട്ട് ഈ സാറ് പറഞ്ഞില്ലേ ഈ ടാപ്പിങ് ഒരു 3-4 മാസം കഴിഞ്ഞതിൻ്റെ ശേഷം എൻ്റെ മനസ്സ് നല്ല പാകമായിട്ട് വന്നിട്ട് ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുക, സ്ലോലി നടന്നുകൊണ്ടിരിക്കുന്നു. അതിന് ഭയങ്കര ഹാപ്പി ഉണ്ട്. സാറിന് എന്താ പറയാ, ഇപ്പൊ ടൈമില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പൊ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ക്ലാസ്സിന് പങ്കെടുക്കാൻ തന്നെ പറ്റാത്ത അവസ്ഥയിലാണ്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പങ്കെടുക്കാൻ എനിക്ക് പറ്റിയില്ല. അപ്പൊ ഇന്നിപ്പോ രാവിലെ നീച്ചിട്ട് പങ്കെടുക്കുക. രാത്രി ഒരു 10 മണിക്കാകുമ്പോൾ എൻ്റെ വർക്ക് കഴിയുള്ളൂ. അപ്പൊ സാറിനെ ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, എൻ്റെ ഒരു ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന് കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചിരുന്നു. പോകാൻ പറ്റില്ല. അപ്പൊ എനിക്ക് എന്റെ മനസ്സിൽ ഞാൻ ഇന്ന് കഴിഞ്ഞ വർഷം എഴുതി വെച്ചായിരുന്നു എനിക്ക് ഷോപ്പ് തുറക്കണം. ഒരു ചെറിയ ഷോപ്പ് ഉള്ളായിരുന്നു. ഇപ്പൊ 2ാമത്തെ ഷോപ്പാണ് നമ്മളിപ്പം തുറന്നിരിക്കുന്നത്. അപ്പൊ ഇത് ഈ മനസ്സിലിങ്ങനെ വിചാരിച്ച് ടൈപ്പ് ചെയ്തുകൊണ്ടാണ് എനിക്ക് കറക്റ്റായിട്ട് അത് കിട്ടിയത്. ഓട്ടോമാറ്റിക്കലി കിട്ടിയ ഓരോ സാഹചര്യങ്ങൾ നമുക്ക് ഒത്തുവരികയാണ് ചെയ്തത്. അത് ഭയങ്കര ഹാപ്പി ഉണ്ട് സാറേ. സാറിനോട് പറയാൻ അറിയിക്കാൻ പറ്റില്ല. ഞാൻ സാറിന്റെ ഈ ലിങ്ക് ഓരോ ഗ്രൂപ്പിലും
അതേമാതിരി ഞാൻ സ്കൂൾ ഗ്രൂപ്പിൽ ഇതൊക്കെ ആക്റ്റീവ്, ഞാൻ റൂമിൽ ചടച്ചു മൂടി കിടക്കുന്ന ഒരാളായിരുന്നു. ഈ ഡിപ്രഷനൊക്കെ വന്നിട്ട് അതൊക്കെ മാറി ഇപ്പൊ ആക്റ്റീവായി, ഗ്രൂപ്പിൽ ആക്റ്റീവായി. ഇപ്പൊ ഞാനില്ലാതെ അവർക്ക് ഒരു ഗ്രൂപ്പ് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായി. എന്നെ അങ്ങോട്ട് ക്ഷണിച്ചുകൊണ്ടിരിക്കുക. ഒരു ദിവസം വന്നില്ല ഇങ്ങോട്ട് വിളിച്ച് ക്ഷണിക്കുന്ന ആ അവസ്ഥയിലാക്കി. മാനസികാവസ്ഥ തന്നെ ഒരുപാട് മാറിപ്പോയി. നമുക്ക് ഭയങ്കര സന്തോഷം. എല്ലാവരും കരീം സാറിന്റെ ക്ലാസ്സിൽ പങ്കെടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. നല്ല ഹാപ്പി ആട്ടോ, മാനസികമായിട്ട് നല്ല ഹാപ്പി നമുക്ക് വരുന്നുണ്ട്. താങ്ക് യു. ഓക്കെ EFT ആണത്. അത് നമുക്ക് ഇതിന് ശേഷം ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് അതിലൊക്കെ പങ്കെടുക്കാം. അവർക്ക് ഈ ഫീസ്, നിങ്ങൾ ഇതിൽ അടക്കുന്ന ഫീസ് നമ്മൾ അതിൽ കുറച്ചു തരും. അതായത് ഇത് സൗജന്യമായിട്ട് എന്ന രൂപത്തിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ഒരു കോഴ്സ് 10 ദിവസത്തെ കോഴ്സ് നിങ്ങൾ എല്ലാവരുടെ അടുത്ത് എത്തട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കോഴ്സിന് ശേഷം EFT പങ്കെടുക്കണം. EFT സാറ് പറഞ്ഞ പോലെ ഒരു മാജിക്കൽ ടൂളാണ്. എല്ലാ ഇമോഷൻസിലെയും ഉരുക്കി കളയാൻ പറ്റുന്ന ടൂളാണ്. മാത്രമല്ല നമുക്ക് ഈ ഫയലുകളൊക്കെ വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം. പക്ഷെ അതിന് നിങ്ങൾ പങ്കെടുക്കുന്നുവെങ്കിൽ നിങ്ങൾ ഈ അടച്ച ഫീസിൽ നിന്ന് ഒഴിവാക്കി തരും, ആവശ്യമുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ആദ്യം, ഇപ്പോൾ നമ്മൾ ഇതാണ് ചെയ്യുന്നത്. ഇതിലെല്ലാവരും പങ്കെടുക്കുക. ഇതാണ് നമുക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാറേ, ബദുദ്ദീൻ സാർ, ക്യാൻ യു ഹിയർ? കേൾക്കാമോ? ഹലോ, ശരി, എല്ലാവരും ശരി, ഓക്കെ, സംസാരിച്ചോളൂ സാർ. ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറാണ് ഹാപ്പി പാർക്കിന്റെ ഒഫീഷ്യൽ നമ്പർ. നാളെ കൂടി നമ്മുടെ ഫ്രീ സെഷൻ ഉണ്ടാകും. അതിനു മുമ്പ് തന്നെ രജിസ്ട്രേഷന് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 10 ദിവസത്തെ കോഴ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ ഇന്ന് തന്നെ വിളിച്ചിട്ട് ഒന്ന് രജിസ്ട്രേഷൻ കാര്യങ്ങളൊന്ന് ചെയ്ത് വെക്കണം. കുറഞ്ഞ സീറ്റുകളാണ് ബാലൻസ് ഉള്ളത്. മുമ്പത്തെ ആളുകൾക്ക് രജിസ്ട്രേഷൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. താല്പര്യമുള്ള ആളുകൾ ഇന്ന് തന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം. ഈ 10 ദിവസത്തെയും റെക്കോർഡിങ്ങും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. റെക്കോർഡിങ്ങിന്റെ വർക്കും ലഭിക്കുന്നതായിരിക്കും. ആ വർക്ക് നിങ്ങൾ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ലൈഫിൽ മാറ്റം ഉണ്ടാവും. അത് നമ്മൾ 3 മാസം 4 മാസമൊക്കെ ചെയ്യേണ്ട കോഴ്സാണ്. ഒരു 10,000-50,000 രൂപയൊക്കെ ഫീസ് വാങ്ങിയിട്ട്. പക്ഷെ അത് നിങ്ങൾക്ക് സൗജന്യാടിസ്ഥാനത്തിൽ ആളുകൾ നന്നാവട്ടെ. കാരണം ഇവിടെ മഴ പെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു കുളത്തിൽ കുറച്ച് വെള്ളം തങ്ങി നിന്നു എന്ന് വിചാരിച്ച് നമുക്ക് ടെൻഷൻ ഉണ്ടോ? ഇല്ല. കാരണം അവിടെയും പെയ്യുന്നുണ്ട്, ഇവിടെയും പെയ്യുന്നുണ്ട്, എല്ലായിടത്തും പെയ്യുന്നുണ്ട് മഴ. നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് സംഭരിക്കാം. അതുപോലെയാണ് പണം നമ്മുടെ ഉള്ളിൽ ആണ്. അതിനൊരു സ്പേസ് ഉണ്ടാക്കിയാൽ അത് നമ്മുടെ അവിടെ ഒന്ന് നിറയും, ഉറപ്പാ നിറയും. ആ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളൊക്കെ അങ്ങനെ ഒരു പണക്കാരായാൽ നമ്മുടെ നാട് നന്നാവും. പണക്കാർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ, മനസ്സിലായില്ലേ? പണക്കാർക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. പണക്കാർ നല്ലവരായതുകൊണ്ടാ അവരിലേക്ക് പണം ഒഴുകി വരുന്നത്. തിരിച്ചറിയുക. നീ ദുഷ്ടത്തരം പണമായി ചെയ്യുന്നുവെങ്കിൽ, ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ ആണെങ്കിലും ശരി, അവിടെ നിന്നുള്ള പണം പോവുകയും ചെയ്യും. ഒരു സംശയം. ഹലോ പറയൂ. ഫീസ് എത്രയാ? അതിന് ഫീസ് വളരെ കുറഞ്ഞ ഫീസേ ഉള്ളൂ. 2,000 രൂപ, 1,999 രൂപ മാത്രം. അത് നിങ്ങൾക്ക് വേറെ കോഴ്സ് ചെയ്യണമെങ്കിൽ കുറച്ചു തരും ചെയ്യും. മനസ്സിലായില്ലേ? അത്രയും ഇതിൽ ഇല്ലാതെ കോഴ്സ് ചെയ്തു കഴിഞ്ഞാൽ അത് അത്രയും വില പിടിപ്പുള്ള സാധനം പഠിക്കാൻ വേണ്ടി പോകുന്നു. അതുകൊണ്ട് ഒരു എനർജി എക്സ്ചേഞ്ചസ്. അപ്പോഴാണല്ലോ ഒരു സംഭവം. നമ്മളൊരു സ്ഥലത്ത് നിന്ന് ഒരു സാധനം വെറുതെ കിട്ടിയാൽ നമുക്ക് അതിന് മൂല്യം ഉണ്ടാവില്ല. ഒരു ചെലവഴിക്കുമ്പോഴാണ് അതിന് മൂല്യം ഉണ്ടാവുള്ളൂ. നമ്മൾ ഒരു ലാപ്ടോപ്പ് വെറുതെ തന്നു. ലാപ്ടോപ്പ് വെറുതെ എന്താ സംഭവം? എനിക്ക് നിങ്ങൾക്ക് വെറുതെ തരാൻ നല്ല താല്പര്യമായിരുന്നു. ഞാൻ സാറോട് പറഞ്ഞിരുന്നു, ബദറുദ്ദീൻ സാറോട് ചോദിച്ചു നോക്കൂ. ഞാൻ പറഞ്ഞു ഇത് നമുക്ക് ആളുകൾക്ക് സൗജന്യമായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ എന്റെ ഉള്ളിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ സാർ എന്താ പറയും? അപ്പൊ സാറ് പറഞ്ഞു ഒരിക്കലും കൊടുക്കാൻ പാടില്ല. അങ്ങനെ കൊടുത്താൽ അപ്പൊ അത് ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞപ്പോ തന്നെ അതിൽ പങ്കെടുത്താലും പറഞ്ഞു, സാറേ ഇതെങ്ങാനും വെറുതെ കൊടുത്തിരുന്നെങ്കിൽ വലിയ നഷ്ടമാകുമായിരുന്നു. ഫസ്റ്റത്തെ സെഷനിൽ ആള് തന്നെ പറഞ്ഞു. ആൾക്കാർ ഒരാളല്ല, എല്ലാവരും പറഞ്ഞു. ഇപ്പോഴും തന്നെ അത് പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് എല്ലാ സാധാരണക്കാരും, കാരണം സാധാരണക്കാരായ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ട്രെയിനിങ് എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് വലിയ ടെൻഷനാണ്. അതൊക്കെ വലിയ ചെലവുള്ള കാര്യമാണ്, നടക്കൂല. എന്നതുകൊണ്ട് ഇങ്ങനത്തെ ഒന്നും പങ്കെടുക്കൂല. ഇങ്ങനെ ഒരു ലെവലിൽ അങ്ങനെ ചത്തത് നോക്കുമേ ജീവിതം എന്ന രൂപത്തിൽ പോകുന്നു. അപ്പൊ ഇതിന്റെ ഒരു രസം അവർക്ക് കിട്ടട്ടെ.
അതും കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ഒരു ചെറിയ ഫീസ് പോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ. ഗുഡ് മോർണിംഗ്. ഇതൊരു പണക്കാരനാകാനുള്ള ഒരു കോഴ്സാണ്. അപ്പൊ അതുകൊണ്ട് ഒരു അല്പം പണം കൊടുത്ത് തന്നെ ആ കോഴ്സ് ചെയ്യുന്നതാണ് നല്ലത്. മേഡം പറഞ്ഞ എക്സാക്ട്ലി കറക്റ്റ് ആണ്. പണക്കാരനാവാനുള്ള ഒരു കോഴ്സ് ആയതുകൊണ്ട് ഒരു ചെറിയ രൂപത്തിലുള്ള നമുക്ക് കൊടുത്തേ പറ്റും. ശരി, അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഇനി ഡൗട്ട്സ് എന്തെങ്കിലും ചോദിക്കാം. അപ്പോ എല്ലാവരും ഇതിൽ പങ്കെടുക്കുക. അത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്ന മാറ്റം അതിശക്തമായിരിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സാറേ, അതിന്റെ ലിങ്ക് ഒന്ന് വേണമെങ്കിൽ അയച്ചു കൊടുത്തോളൂ കേട്ടോ. നമ്പർ ഒന്നും കൂടി പറയുമ്പോൾ നമ്പറൊക്കെ എല്ലാവരും കിട്ടി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ശരി. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. ആന്റണി സാർ ഈ കോഴ്സിൽ പങ്കെടുത്തിട്ടില്ലല്ലോ. ആന്റണി സാർ ഇല്ല സാറേ. പുതിയ ബാച്ചിൽ പങ്കെടുക്കുന്നില്ലേ? താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്.